Okay. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ് എവ്രി വൺ. വെൽക്കം ടു ദ ടൈറ്റിൽ റിവീൽ ഇവന്റ് ബൈ അല തിയേറ്റർ ഗ്രൂപ്പ്. എൻ്റെ പേര് ഗീതാഞ്ജലി. ഞാൻ ന്യൂജേഴ്സിയിൽ നിന്നുള്ള അല അംഗമാണ്. ആദ്യം തന്നെ ഈ സംഘടനയുടെയും ഈ ഡ്രാമയുടെയും ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷത്തിലാണെന്ന്. കൂടാതെ ഇന്നത്തെ ഇവന്റിന്റെ ഹോസ്റ്റും ഞാൻ തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരെയും ഒപ്പം തന്നെ ഇന്നത്തെ ഇവന്റിലെ മുഖ്യ അതിഥികളും അവരവരുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ ദിവസം അല തിയേറ്റർ ഗ്രൂപ്പിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. അതിനൊരുപാട് സന്തോഷവും നന്ദിയും ആദ്യം തന്നെ അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും എൻ്റെയും അലയുടെയും പേരിൽ ഒരിക്കൽ കൂടി ഈ ഇവന്റിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രോഗ്രാം അജണ്ട അനുസരിച്ചുള്ള കാര്യപരിപാടികളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ട് അലയുടെ ജോയിന്റ് ട്രഷറർ ശ്രീ മധു ബാലചന്ദ്രൻ മധുചേട്ടനെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. മധുചേട്ടാ പ്ലീസ്. താങ്ക് യു ഗീതാഞ്ജലി. നമസ്കാരം, എൻ്റെ പേര് മധു ബാലചന്ദ്രൻ. അലയുടെ ഭാഗമായ അല തിയേറ്റർ ഗ്രൂപ്പിന്റെ ടൈറ്റിൽ റിവീൽ ഇവന്റിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. അലയുടെ ദേശീയ പ്രസിഡന്റും നമ്മുടെ പ്രിയങ്കരനുമായ ഐ ഫർഗീസ് പരിമണത്തിനെ ഈ പരിപാടിയിലേക്ക് ബഹുമാനപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. പ്രശസ്തരായ നിരവധി എഴുത്തുകാരുടെ രചനകൾക്ക് രംഗാവിഷ്കാരം നൽകി മലയാള തിയേറ്റർ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരം നിർവഹിച്ച സംവിധായകൻ, ഭാരത് ഭവൻ കേരളയുടെ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, അല തിയേറ്റർ ഗ്രൂപ്പിന്റെ ആദ്യ നാടകത്തിന്റെ രചയിതാവും സംവിധായകനുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിനെ ഈ പരിപാടിയിലേക്ക് അലയുടെ പേരിൽ ബഹുമാനപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, മലയാളിയുടെ ബേപ്പൂർ സുൽത്താൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനയുടെ നാടകാവിഷ്കാരം അമേരിക്കയിൽ സംഭവിക്കാൻ തുടക്കം കുറിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന്റെ മകൻ തന്നെ നമ്മോടൊപ്പം ഉണ്ടായിരിക്കുക എന്നത് അത്യന്തം ധന്യമായ ഒരു സന്ദർഭമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ ശ്രീ അനീസ് ബഷീറിനെ ഈ പരിപാടിയിലേക്ക് അലയുടെ പേരിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 1974 നാടകത്തിലൂടെ അഭിനയ രംഗത്തെത്തി 4 പതിറ്റാണ്ടിലേറെയായി കേരള നാടക, ചലച്ചിത്ര, ടെലിവിഷൻ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന അഭിനയ പ്രതിഭ. വിധേയൻ എന്ന അടൂർ ചിത്രത്തിൽ തുമ്മി എന്ന കേന്ദ്ര കഥാപാത്രത്തെ ഉജ്ജ്വലമായി അവതരിപ്പിച്ച, നിരവധി അവാർഡുകൾ ലഭിച്ച ശ്രീ എം.ആർ. ഗോപകുമാർ. അദ്ദേഹം ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നതിൽ നമുക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് അലയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. മലയാള നാടകരംഗത്തെ മികവുറ്റ അഭിനേത്രി, സംഗീത നാടക അക്കാദമി അവാർഡ്, മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ നേടിയ കലാകാരി. പൂക്കാലം എന്ന ചിത്രത്തിലെ കൊച്ചു ത്രേസ്യയെ അവിസ്മരണീയമാക്കിയ കലാകാരി ശ്രീമതി KPS ലീലയെ ഈ പരിപാടിയിലേക്ക് അലയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമി ഇന്ററിം ചെയർമാനും 90-ൽ പരം ചിത്രങ്ങളിൽ അഭിനയിച്ച മികച്ച അഭിനയ നേതാവും കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് ജേതാവുമായ ശ്രീ പ്രേംകുമാറിനെ ഈ പരിപാടിയിലേക്ക് അലയുടെ പേരിൽ ബഹുമാനപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. അഭിനേത്രി, കോസ്റ്റ്യൂം ഡിസൈനർ, ഡബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ ചലച്ചിത്ര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരി കുക്കു പരമേശ്വരനെ അലയുടെ പേരിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അടുത്ത അതിഥി ഈസ് എ മൾട്ടി ടാലന്റഡ് പേഴ്സൺ. ഹി ഈസ് എ ടെക്നോക്രാറ്റ്, സോഷ്യൽ ആക്ടിവിസ്റ്റ്, ആക്ടർ, പ്രൊഡ്യൂസർ, ആർട്ട് ഹൗസ് സിനിമകളിലെ സജീവ സാന്നിധ്യം, ഫൗണ്ടർ ഓഫ് ബ്ലൂ ഓഷൻ തിയേറ്റർ ഗ്രൂപ്പ് ശ്രീ പ്രകാശ് ബാരെ. അല തിയേറ്റർ ഗ്രൂപ്പിന്റെ അഡ്വൈസർ കൂടിയാണ് അദ്ദേഹം. ശ്രീ പ്രകാശ് ബാരെ അത്യന്തം സന്തോഷത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് അലയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തിയേറ്റർ ഡയറക്ടർ, സ്തെനോഗ്രാഫർ, ഓക്സിജൻ തിയേറ്റർ കമ്പനിയുടെ സ്ഥാപകൻ, ആർട്ടിസ്റ്റിക് ഡയറക്ടർ ഓഫ് ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2014, മാസ്റ്റർ പീസായി തീർന്ന ഖസാക്കിന്റെ ഇതിഹാസം എന്ന നാടകത്തിന്റെ സംവിധായകൻ, സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ, അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ, ഇങ്ങനെ പറയുവാൻ ഒട്ടേറെ വിശേഷണങ്ങളുള്ള വ്യക്തിയാണ് ശ്രീ ദീപൻ ശിവരാമൻ. അല തിയേറ്റർ ഗ്രൂപ്പിന്റെ അഡ്വൈസർ കൂടിയാണ് അദ്ദേഹം. അഭിമാനത്തോടെ, സന്തോഷത്തോടെ ശ്രീ ദീപൻ ശിവരാമനെ അലയുടെ പേരിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. അല തിയേറ്റർ ഗ്രൂപ്പിന്റെ ആദ്യ നാടകത്തിൽ അഭിനയിക്കുന്നവരും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരുമായ എല്ലാ കലാകാരന്മാരെയും സാങ്കേതിക പ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് അലയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അലയുടെ നാഷണൽ എക്സിക്യൂട്ടീവിലെയും റീജിയണൽ എക്സിക്യൂട്ടീവിലെയും എല്ലാ അംഗങ്ങളെയും ഈ പരിപാടിയിലേക്ക് അലയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അവസാനമായി അലയിലെ എല്ലാ അംഗങ്ങളെയും ഈ പരിപാടി കാണാൻ സൂം വഴിയും ഫേസ്ബുക്ക് വഴിയും എത്തിച്ചേർന്ന എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് അലയുടെ പേരിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഗീതാഞ്ജലി. Thank you, Madhueta, for the introduction.
എല്ലാവരെയും പറ്റിയും വളരെ വ്യക്തമായിട്ടൊരു ഒരു ധാരണ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് അധ്യക്ഷ പ്രസംഗത്തിനായി അലയുടെ പ്രസിഡന്റ് ശ്രീ ഐ പരിമണം ഐപിയേട്ടനെ ക്ഷണിക്കുന്നു. ഐപിയേട്ട പ്ലീസ്. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ആർട്ട് ലവേഴ്സ് ഓഫ് അമേരിക്ക അലയൊരുക്കുന്ന വിശ്വകലാ സാഹിത്യ സാംസ്കാരികോത്സവം ഈ വരുന്ന നവംബർ മാസം 16, 27 23 എന്നീ തീയതികളിൽ ന്യൂജേഴ്സിയിലും സിയാറ്റിലും വെച്ച് നടക്കുകയാണ്. അതിനോട് ചേർന്ന് അല നാടക സമിതി അതിൻ്റെ ആദ്യ സംരംഭമായ നമ്മുടെ വിശ്വസാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 2 കഥകളെ ആസ്പദമാക്കി അവതരിപ്പിക്കുന്ന ദൃശ്യാവിഷ്കാരം നോർത്ത് അമേരിക്കയിലെ കലാസ്നേഹികളുടെ ഇടങ്ങളിലേക്ക് എത്തുകയാണ്. പ്രശസ്ത സിനിമ നാടക സംവിധായകൻ ശ്രീ പ്രമോദ് പയ്യന്നൂർ സംവിധാനം നിർവഹിക്കുന്ന ഈ നാടകത്തിന്റെ ശീർഷക അനാവരണ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളെയും സ്നേഹിതരെയും അല കുടുംബത്തിലെ അംഗങ്ങളെയും വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ അതിലേറെ വിനയപൂർവ്വം അഭിവാദ്യം ചെയ്യും. കലയും സാഹിത്യവും ഒക്കെ അതിൻ്റെ കാഴ്ചക്കാർക്കും വായനക്കാർക്കുമൊക്കെ നൽകുന്ന സംവേദന അനുഭവങ്ങളുണ്ട്. എന്നാൽ കലയും സാഹിത്യവും സമൂഹത്തിന് നൽകേണ്ട ചില ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൗത്യം തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ നിറവേറ്റുക എന്ന വലിയ കർമ്മമാണ് അല തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഈ കാലഘട്ടങ്ങളിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ആ പരിശ്രമത്തിന്റെ ഒരു പുത്തൻ ചാലക ശക്തിയായി ഈ നാടക സമിതി മുന്നോട്ട് വരികയാണ്. ഈ നാടക സമിതിയിലൂടെ നമ്മുടെ തനതായ കലയും സാഹിത്യവും ഒക്കെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കുവാൻ നാം ശ്രമിക്കുകയാണ്. കേരളത്തിന്റെ പ്രൊഫഷണൽ നാടക രംഗത്തെ എല്ലാ സാധ്യതകളും നമ്മളുടെ ഇടങ്ങളിലേക്ക് നാം എത്തിക്കുവാൻ പരിശ്രമിക്കുകയാണ്. അതോടൊപ്പം തന്നെ വർത്തമാന കാലഘട്ടത്തിന്റെ കലാമൂല്യങ്ങളെയും പുതിയ പുരോഗതിയെയും തിരിച്ചറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും അത് നമ്മുടെ ഇടങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്തമാണ് അല ഈ നാടക സമിതിയിലൂടെ നിർവഹിക്കുവാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കഠിനാധ്വാനം ചെയ്യുന്ന സംഘാടകരെയും ഈ ആദ്യ സംരംഭത്തിൽ പങ്കെടുക്കുന്ന അഭിനയകർത്താക്കളെയും ഒക്കെ വളരെ സന്തോഷത്തോടുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം അവരോട് അലയുടെ സ്നേഹവും പങ്കിടും. ഒരു കാലഘട്ടത്തിന്റെ പോരാട്ടങ്ങളെയും വൈകാരികമായ ബന്ധങ്ങളെയും വികാരങ്ങളെയും ബന്ധങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന നമുക്ക് മുൻപേ പോയ ധന്യമായ ജീവിതങ്ങളെ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നേർക്കാഴ്ചകളായി പുനർജീവിപ്പിക്കുവാൻ ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും ഈ നാടകത്തിലൂടെ ഞങ്ങൾ ആകാംക്ഷയോടുകൂടെ കാണുവാൻ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പങ്കെടുക്കുന്ന മുഴുവൻ വിശിഷ്ടാതിഥികളെ നിങ്ങൾക്കറിയാം. വിശിഷ്ടാതിഥികളുടെ ഈ പടങ്ങൾ ചിത്രങ്ങൾ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നവരെ കണ്ടാൽ തന്നെ അറിയാം എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് അല ഈ നാടക സമിതിയെ സമീപിക്കുന്നത്. ഒരിക്കൽ കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണ, സഹകരണം, നിർദ്ദേശങ്ങൾ അലയുടെ പ്രവർത്തനങ്ങളിലും പ്രത്യേകിച്ച് ഈ നാടക സമിതിയുടെ പ്രവർത്തനങ്ങളിലും ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. നമ്മളോടൊപ്പം ഇന്ന് നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ ശ്രീ റോഷനും പങ്കെടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ അജണ്ടയുടെ ഭാഗമായി അദ്ദേഹത്തെ പിന്നീട് പരിചയപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിനോടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോടും അലയോടുള്ള സ്നേഹവും നന്ദിയും ആദ്യം തന്നെ ഞാൻ അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും എല്ലാ പിന്തുണയും ഈ നാടക സമിതിക്കും നമ്മുടെ ആദ്യ സംരംഭത്തിനും അലയുടെ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകണമേ എന്ന് അലയുടെ ദേശീയ സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് പിന്മാറുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ഐപിയേട്ട. അടുത്തതായിട്ട് നമ്മൾ എല്ലാവരും മാസങ്ങളും ദിവസങ്ങളും കാത്തിരുന്ന പ്രധാന ചടങ്ങാണ് ദ ടൈറ്റിൽ റിവീൽ ഓഫ് ദ ALF അല തിയേറ്റർ ഗ്രൂപ്പ് ഡീബ ഡ്രാമ.
നവംബർ മാസത്തിൽ ന്യൂജേഴ്സിയിലും സിയാറ്റിലും ALF വേദികൾ അവതരിപ്പിക്കാൻ പോകുന്ന അലാ തിയേറ്റർ ഗ്രൂപ്പിന്റെ ആദ്യ നാടകത്തിന്റെ ഈ നിമിഷം നമുക്ക് സമ്മാനിക്കാൻ ഇവിടെ അതിഥികൾ എല്ലാവരും തയ്യാറാണ്. ഇന്ന് നമ്മൾ ഈ ടൈറ്റിൽ റിവീലിംഗ് ചെയ്യുന്നത് 2-3 സെക്ഷൻസ് ആയിട്ടാണ്. അപ്പൊ ഈ ഇവന്റ് ലീഡ് ചെയ്യാനായിട്ട് ഈ ഡ്രാമയുടെ തന്നെ ഏറ്റവും അർഹതപ്പെട്ട എല്ലാമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, പ്രമോദ് സാറിനെ ക്ഷണിക്കുകയാണ്. പ്രമോദ് സാർ പ്ലീസ്. അലയുടെ ഏറെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ടൈറ്റിൽ റിവീൽ ഇവന്റിന് വിലപ്പെട്ട സമയം വിനിയോഗിക്കുന്ന സർവാദരണീയരായ MR ഗോപകുമാർ സർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട കുക്കു ചേച്ചി, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനെ പോലെ എൻ്റെ എല്ലാ സർഗാത്മക കാര്യങ്ങളിലും പ്രോത്സാഹനം നൽകുന്ന പ്രിയപ്പെട്ട അനീസ്ക, അതുപോലെ തന്നെ പ്രേമേട്ടൻ അവിടുന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രേംകുമാറേട്ടൻ. ഒപ്പം സിനിമാ രംഗത്തും നാടകരംഗത്തും ചലച്ചിത്ര നിർമ്മാണ രംഗത്തും ഒക്കെ തന്റെ പ്രതിഭ തെളിയിച്ച സഹോദര തുല്യനായ പ്രിയപ്പെട്ട പ്രകാശ് ബാരച്ചേട്ടൻ, എൻ്റെ ആത്മസുഹൃത്ത് ദീപൻ ശിവരാമൻ, അതുപോലെ തന്നെ കുക്കുചേച്ചി, എല്ലാ കാര്യങ്ങളിലും സ്കൂൾ ഓഫ് ഡ്രാമ പഠനകാലം മുതൽ ഓരോ കാര്യങ്ങളിലും ഉപദേശങ്ങൾ നൽകുന്ന എൻ്റെ ചേച്ചിയാണ് കുക്കുചേച്ചി. അതുപോലെ ഇവിടെ സന്നിഹിതരായ പ്രിയപ്പെട്ട അലയുടെ ഭാരവാഹികൾ, അഭിനേതാക്കൾ, സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഇതിന്റെ ടൈറ്റിൽ സ്പോൺസർ, ഇത് പല ഇടങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഏറെ പ്രിയപ്പെട്ടവരെ. ഗ്രീക്കിൽ തിയേട്രോൺ എന്ന വാക്കിൽ നിന്നാണ് തിയേറ്റർ എന്ന പദം ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. തിയേട്രോൺ എന്ന് പറയുന്ന കാര്യം സമൂഹത്തിന്റെ സത്യസന്ധമായ അവസ്ഥകളെ എവിടെയാണോ ജൈവമായിട്ട് അവതരിപ്പിക്കുന്നത്, ആ പദമാണ് തിയേട്രോൺ. അതിൽ നിന്നാണ് തിയേറ്റർ എന്ന പദം വരുന്നത്. കാണുന്ന ഇടം എന്നാണ് മലയാളത്തിൽ അതിനെ പറയുക. അപ്പൊ ഈ കാണുന്ന ഇടം, നമ്മുടെ സാഹിത്യത്തിൽ ഒരു ലിറ്റററി ഫെസ്റ്റ് നടക്കുന്ന സമയത്ത് അവിടെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന പ്രതിഭാശാലിയായ, കാലം മറക്കാത്ത സാഹിത്യകാരന്റെ രചനയെ മുൻനിർത്തിയുള്ള രംഗാവതരണം ഒരുക്കുവാൻ ഇടം ഒരുക്കിയ അലയുടെ ഭാരവാഹികൾക്ക് ആദ്യം വലിയ ഒരു സ്നേഹവും നന്ദിയും പ്രകാശിപ്പിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ 2 മാസമായി വളരെ ഗൗരവത്തോടു കൂടിയിട്ട്, നമുക്കറിയാം അമേരിക്കയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ സമയത്തിന് എത്രമാത്രം വിലയുള്ളവരാണ് എന്ന്. അവരുടെ പ്രൊഫഷനിലുള്ള അവരുടെ കഴിവ് കൊണ്ട് അവിടെ എത്തപ്പെട്ട് പല ജീവിത തിരക്കുകളിൽ ഓടുന്ന ആൾക്കാരാണ്. അതിനിടയിലും ഈ റിഹേഴ്സലിന് വേണ്ടിയിട്ട് പറയുന്ന സമയം അവരുടെ രാത്രിയാണ്. നമ്മളുടെ പകൽ ഒരു 6 മണി 6:30 ആകുമ്പോൾ ഞാനിവിടെ എത്തും. അപ്പൊ അങ്ങനെ സ്പ്ലിറ്റ് സ്ക്രീനിൽ വളരെ കരുതലോട് കൂടിയിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് റീഡിങ് കഴിഞ്ഞു, ക്യാരക്ടർ ബിൽഡപ്പ് കഴിഞ്ഞു, അതിന്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ടെക്നിക്കൽ ഡിസ്കഷൻസ് കഴിഞ്ഞു. അങ്ങനെ സമയത്തെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാവുന്ന രീതിയിൽ ഇപ്പോൾ എല്ലാവരും ഈ നാടകത്തിന്റെ സംഭാഷണങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഓരോ സീനിനെ കുറിച്ചും വ്യക്തമായ ധാരണ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അത്തരമൊരു ധാരണ ഉണ്ടാകുന്നത് തിയേറ്ററിനോടുള്ള പാഷൻ കൊണ്ടാണ്, കലയോടുള്ള അവരുടെ വല്ലാത്ത പ്രണയവും സ്നേഹവും കൊണ്ടാണ്. അതുകൊണ്ട് അത്തരമൊരു കാര്യം ഇതിനു വേണ്ടി സമയം കണ്ടെത്തുന്ന പ്രിയപ്പെട്ട അഭിനേതാക്കൾ, അവരിൽ എനിക്ക് വലിയ വിശ്വാസമുണ്ട്. അലയുടെ ഈ പ്രൊഡക്ഷൻ ഒരു വലിയ വിജയമായി തീരും എന്ന് വലിയൊരു വിശ്വാസമുണ്ട്. കാരണം എല്ലാവരും അതിന്റെ ഒരു ഹരത്തിൽ നിൽക്കുകയാണ്. അതിന് കുറെ കൂടി ഊർജം പകരുവാൻ എല്ലാ ബ്ലസ്സും, വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ ജീവിതം ഒരു അനുഗ്രഹമാണ്, അനന്തമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയും ബ്ലസ്സും ഒക്കെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, ആ രംഗത്ത് ഉന്നത ശീർഷരായ വ്യക്തിത്വങ്ങളിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ടൈറ്റിൽ ഇവന്റിന്റെ സവിശേഷത. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഈ നാടകത്തിന് എന്ത് പേരിടണം എന്ന് കേശവൻ നായരും സാറാമയും ഡിസ്കസ് ചെയ്തതുപോലെ പലവരും ഡിസ്കസ് ചെയ്തു. കാരണം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന് പറയുന്ന നാടകത്തിന്റെ ആ കൃതി മാത്രമല്ല, ചെറുനോവൽ മാത്രമല്ല, അതിനൊപ്പം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മസ്പർശമുള്ള ഈ കഥയ്ക്ക് അതുമായി ചേർന്ന് നിൽക്കുന്ന കാലഘട്ടത്തിന്റെ കഥകൾ ഇഴചേർക്കാം എന്ന് തോന്നി. ബഷീറിനെ പലകുറി പരന്നു വായിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ബഷീറിന്റെ സൂഫി ചിന്തകളും അതുപോലെ തന്നെ മറ്റ് കഥകളിൽ നിന്ന് അടർത്തിയെടുത്ത് മതിലുകൾക്ക് ഏറ്റവും ചേരുന്ന രീതിയിലുള്ള സന്ദർഭങ്ങളും ഇതിനൊപ്പം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് അമ്മ എന്ന് പറയുന്ന വിഖ്യാതമായിട്ടുള്ള കഥ
ഇതിലേക്ക് വിരുന്നെത്തുന്നത്. അങ്ങനെ നമുക്കറിയാം, വൈക്കം മുഹമ്മദ് ബഷീർ ഉപ്പ് സത്യാഗ്രഹ കാലഘട്ടത്തിൽ അതിൽ പങ്കെടുക്കുകയും അതിൽ നിന്ന് പോലീസ് ലോക്കപ്പിലാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന്. ഇതേ സമയം മറ്റൊരു കഥയിൽ ബഷീർ പറയുന്നു, ആ സമയത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഓരോരുത്തരുടെയും മക്കളെ കാത്ത് അമ്മമാരും ഉമ്മമാരും ഒക്കെ വിളക്കണക്കാതെ കഞ്ഞിയും വിളമ്പി കാത്തിരുന്ന, ഉറക്കമിളച്ച് കാത്തിരുന്ന രാത്രികൾ ഉണ്ടായിരുന്നു എന്ന്. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി എത്രയേറെ പേർ കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ബഷീർ ഗാന്ധിയൻ ചിന്തകളോടെ വളരെ മനോഹരമായിട്ട് അമ്മ എന്ന് പറയുന്ന കഥയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത്തരം ഒരു കഥയെ കൂടി ഇതിലോട് ചേർത്ത് വെച്ചപ്പോൾ രണ്ടു കഥകളുടെ കൂടിച്ചേർച്ചയും അതുപോലെ തന്നെ ബഷീറിയൻ ചിന്തകളുമൊക്കെ ഈ രംഗാവതരണത്തിന് അവലംബമായിട്ടുണ്ട്. തികച്ചും ബഷീറിനെ മാത്രം, ബഷീറിന്റെ ചിന്തകളെ മാത്രം എടുത്തുകൊണ്ടുള്ള രംഗാവതരണമാണ് ഇത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിന്റെ ശീർഷക പ്രകാശനം നിർവഹിക്കുന്നത് ഏറെ പ്രിയപ്പെട്ട അനീസ് ബഷീർ കെയാണ്. അനീസ് ക വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകനാണ് എന്നുള്ളതിനൊപ്പം തന്നെ സാംസ്കാരിക രംഗത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ ചലനങ്ങളെയും ഏറ്റവും ആഴത്തിൽ പഠിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വിശാല മനസ്കതയ്ക്ക് ഉടമയാണ്. പ്രിയപ്പെട്ട അനീസ് കെയെ ശീർഷക പ്രകാശനത്തിനായി സവിനയം ക്ഷണിക്കുന്നു. നന്ദി. മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞ് നമ്മളെ ഉയർത്തിരിച്ച വ്യക്തിയുടെ നാട്ടിൽ നിന്ന് അമേരിക്കയിലെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല, ഇതിൽ എനിക്ക് ആകെ പരിചയം പ്രമോദിനെ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിവിടെ കാര്യപ്പോൾ സുഹൃത്തുക്കളാണ്. എന്നെ കുറച്ചു മുമ്പ് ഗീതാഞ്ജലിയുടെ മാമൻ വിളിച്ചു വന്ന് അപ്പൊ സുനിലിനെ ഇവിടെ കാണുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഒരു പരിചയമില്ലാത്തൊരു നാടല്ല, എനിക്ക് വളരെയധികം പരിചയമുള്ള ഒരു നാടായി മാറുകയാണ്. എനിക്കും സുഹൃത്തുക്കൾ വളരെയധികം ഉണ്ട്. വളരെ എന്റെ കൂടെ പഠിച്ച കുറെ പേര് അമേരിക്കയിൽ ഇപ്പം ഉണ്ട്. അവർ സെറ്റിൽഡാണ്, അമേരിക്കൻ സിറ്റിസൺസ് ആണ്. പലപ്പോഴും അമേരിക്കയിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലും പോകാൻ പറ്റിയില്ല. പോകണം, ഒരു നാൾ പോകും. പ്രത്യേകിച്ചും ഇപ്പോൾ അല എന്ന് പറയുന്ന സംഘടന കൂടി വന്നു. നമുക്കത് എനിക്ക് വളരെ സന്തോഷമാണ് എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ വളരെയധികം ഗൗരവത്തോടെ നാടകത്തിനെ കാണുന്ന ഒരു മലയാളി വിഭാഗം, മലയാളി ഗ്രൂപ്പ്. പൊതുവെ യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലൊക്കെ ഇതുപോലെയുള്ള സാംസ്കാരിക സംഘടനകൾ വരുന്നത് അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ഒരു എക്സ്പോഷർ കിട്ടാൻ പറ്റുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയുള്ളൊരു ആരെയും കണ്ടില്ല. പ്രത്യേകിച്ചും നാടകത്തിനോട് ഉള്ള പാഷൻ. ഇപ്പൊ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ജോലിക്ക് ചെല്ലുമ്പോൾ അറിയാലോ, നമുക്കൊക്കെ അറിയാം, വലിയ പ്രഷറും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ പ്രമോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് IT ഫീൽഡിലാണ് മിക്കവാറും കുറെ പേരൊക്കെ ഉണ്ടാവുക. അപ്പൊ അവർക്ക് വളരെയധികം പ്രഷറിൽ ജീവിക്കുന്നവർ, 8-10 മണിക്കൂർ ജോലി ചെയ്യുന്നവർ, അത് കഴിഞ്ഞ് വീടുകളിലെത്തി കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒരു നാടകത്തിന് ഇറങ്ങിത്തിരിച്ച് അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മളെ ഇപ്പൊ പ്രത്യേകിച്ചും പ്രമോദ് ഈ ഒരു നാടകത്തിന് വേണ്ടിയിട്ട് സംവിധാനം നിർവഹിക്കുന്നു. അതും കേരളത്തിൽ നിന്ന് അമേരിക്കയിലെ ജനങ്ങളെ സൂം മീറ്റിങ്ങിലൂടെ നാടകം പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു പുതിയ ഒരു, എനിക്ക് തോന്നുന്ന ഒരു ടെക്നോളജി ആയിട്ട് വരികയാണ് അല്ലേ. നമുക്ക് വിദൂരമായി നിൽക്കുന്ന കുറെ പേരെ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് നാടകം പഠിപ്പിക്കുന്നു, സംവിധാനം ചെയ്യുന്നു, അവരെ ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് അത്രമാത്രം കാലിബറുള്ള ആൾക്കാരെ മാത്രമേ നമുക്കിനി കഴിയുള്ളൂ. നേർക്കുനേർ നിന്നുകൊണ്ട് തന്നെ സംവിധാനം ചെയ്യുന്ന പല നാടകവും വളരെയധികം ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. 1-2 നാടകങ്ങളിലൊക്കെ പാലക്കാട് ജില്ലകളിൽ വേണ്ടി കളിച്ചിരുന്നു. അപ്പൊ അതൊക്കെ നമുക്കറിയാം. എന്നിട്ട് പോലും ചെറിയ തെറ്റുകൾ, സിനിമയെ പോലെ നാടകത്തിന് റീടേക്ക് ഇല്ല. അതവിടെ അഭിനയിച്ച ലൈവാണത്, ജീവിതമാണത്. അതിലൊരു റീടേക്ക് ഇല്ല. പക്ഷേ അതിപ്രഗത്ഭരായ വ്യക്തികൾ ഇവിടെ ഉണ്ട്. പ്രഭാസാറെ പോലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിനൊക്കെ അറിയാം, ഒരു തെറ്റ് പറ്റിപ്പോയി ആ തെറ്റ് തന്നെയാണ്. സിനിമയിലാണെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത് നമുക്ക് മറ്റൊരു ഭാഗം ഷൂട്ട് ചെയ്ത് അത് ശരിയാക്കാം. നാടകത്തിന് അത് പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒരു സംരംഭം, അത് ശരിക്കും പറഞ്ഞാൽ റിസ്കി സംരംഭമാണ് പ്രമോദ് ഏറ്റെടുത്തത്. അത് അലയുടെ പ്രവർത്തകരും അത് സന്തോഷത്തോടെ അത് കാണുന്നു. അത്
ഇതിന്റെ ഒരു ശരിക്കുള്ള ഈ ഷോ കാണുന്നത് വളരെയധികം ആഗ്രഹമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ സൂമിലൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം അല്ലേ, നമുക്ക് ഈ നാടകം. അപ്പൊ നാടകത്തിന്റെ പേര് ആദ്യം തന്നെ പുറത്ത് വിട്ടുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ സംസാരിക്കാനിരിക്കും. മാത്രമല്ല, നാളെ ഞാൻ രാവിലെ 9 മണിക്ക് തലവലപ്പറമ്പിൽ എത്തേണ്ട ഒരു ആള് കൂടിയാണ്. അവിടെ ഇതുവരെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പരിപാടിയുണ്ട്. രാവിലെ 4:30 ഉള്ള ട്രെയിനിൽ ഞാൻ പുലർച്ചയ്ക്കുള്ള ട്രെയിനിൽ ഞാൻ തലപ്പറമ്പിലേക്ക് പോകും. 3 മണിക്ക് ഇവിടെ എഴുന്നേൽക്കണം. ഇപ്പോൾ ഇന്ത്യൻ സമയം 9:30. അപ്പൊ നമുക്കത് ആദ്യമേ അത് പറഞ്ഞുകൊണ്ട് കുറച്ച് സമയം ഞാൻ ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. എനിക്ക് വളരെ സന്തോഷമൊന്നുമില്ല ഈ ഒരു ഗ്യാതറിങ് കണ്ടപ്പോൾ, പ്രത്യേകിച്ച് ഇത്രയുള്ള ആൾക്കാർ. കുക്കു ചേച്ചിയിലൊക്കെ ഞാൻ നമ്മുടെ മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അറിയാം എനിക്ക്. ഇവരൊക്കെ അറിയാം. ഈ പറയുന്ന ആൾക്കാരൊക്കെ നമുക്ക് പരിചയമുള്ള. ഞാൻ ആരെയും പരിചയം ഉണ്ടാവില്ല. അപ്പൊ ഈ നോട്ടീസ് കണ്ടപ്പോൾ എനിക്ക് ആകെ ഗോപാൽ സാറും കുക്കു ചേച്ചിയും പ്രമോദിനെയും അറിയുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ വന്ന് കണ്ടപ്പോ ഒക്കെ എന്റെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ. അപ്പൊ നമുക്ക് ഈ നാടകത്തിന്റെ പേര് ആദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ സംസാരിക്കാം, കുറച്ച് സമയം കൂടി സംസാരിക്കാം. മതിലുകൾ എന്ന് പറയുന്ന ഒരു കഥയെ ആവിഷ്കരിച്ചിട്ട് പ്രമോദ് ഇതുപോലെ ഒരു നാടകം ചെയ്തു. ഞാൻ ആ നാടകം പലപ്പോഴും കണ്ടിട്ടുണ്ട്. മറ്റേ പാലക്കാട് കോട്ട മൈതാനത്തൊക്കെ അത് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു നാടകമാണ്. അപ്പൊ അതിനോട് കൂടി കുറച്ചുകൂടി ചേർത്ത്, അതായത് സ്വാതന്ത്ര്യ സമരം, അതായത് അതില് ബഷീർ തന്നെ പറയുന്ന ഒരു വാചകമുണ്ട്, വൈ ഷുഡ് ഐ ബി ഫ്രീ ഹു വാണ്ട്സ് ഫ്രീഡം. അതായത് സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. പക്ഷെ ആ ഒരു സ്വാതന്ത്ര്യം പോലും എന്തിന് ആവശ്യം എന്ന് പറയുന്ന ഒരു ഘട്ടം വരിക. അതായത് മതിലുകൾക്കപ്പുറത്തും ഇപ്പുറത്തു നിന്നും ഉണ്ടാവുന്ന പ്രണയം, ആ പ്രണയത്തിന് ഈ സ്വാതന്ത്ര്യത്തെക്കാൾ മധുരമുണ്ട് എന്ന് പറയുന്ന ഒരു ഘട്ടം വരിക. മതിലുകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട്. നമ്മുടെ നാടകത്തിന്റെ പേരും അത് തന്നെ, മതിലുകൾക്കപ്പുറം അല്ലെ, മതിലുകൾക്കപ്പുറത്ത് അല്ലെ, മതിലുകൾക്കപ്പുറം എന്ന് പറയുന്ന ഈ നാടകം. അങ്ങനെ നമ്മൾ പ്രമോദ് വളരെ മനോഹരമായി ഈ അണിചൊരുക്കിയ ഈ നാടകം അമേരിക്കൻ മലയാളികൾ അത് വളരെ മനോഹരമായിട്ട് തന്നെ എനിക്കറിയാം ചെയ്യും. അത് എല്ലാവരും മിക്കവാറും ടെക്നോക്രാറ്റ്സ് ആയിരിക്കാം, കുറെ മാനേജ്മെന്റ് പ്രതിനിധി എക്സ്പേർട്സും എല്ലാവരും ഉണ്ട് അതില്. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഇതുപോലെ ഒരു നാടകം ചെയ്യാൻ പറ്റുന്നു എന്ന് അറിയുമ്പോൾ അത് നേരിട്ട് കാണണമെന്നുള്ള ആഗ്രഹം വളരെയധികം ഉണ്ട്. ഭൂമിയുടെ അപ്പുറം, ഇന്ത്യയുടെ അപ്പുറം കിടക്കുന്ന അമേരിക്കയിൽ അത്ര പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് സൂമിൽ അത് കാണണമെന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു വേദിയിൽ അത് കാണണമെന്നുള്ള ആഗ്രഹം ശക്തമായിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ അവിടെ എത്തും. ഇതുവരെ അങ്ങനെ ഒരു ആഗ്രഹം വന്നില്ല. ഇപ്പൊ അലയെ പോലുള്ള സംഘടനകൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കൽ അമേരിക്ക സന്ദർശിക്കണമെന്നുള്ള ആഗ്രഹം ഇപ്പോൾ വരികയാണ്. ഞാൻ ഇന്ന് എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഞാനൊരു അമേരിക്കൻ വിസ എടുക്കും. ഈ കഴിഞ്ഞ 25 വർഷമായിട്ട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ട് ഞാൻ എടുത്തില്ല, ഇനി എടുക്കും. കാരണം ഇതുപോലുള്ള നല്ല നല്ല സംഘടനകളും സുഹൃത്തുക്കളൊക്കെ ഇരിക്കുന്ന അമേരിക്കയിൽ സ്വാമി വിവേകാനന്ദനെ പോലെ ഒരിക്കൽ സന്ദർശിക്കണം. അതായത് മതിലുകൾക്കപ്പുറം, എന്റെ ഭൂമികയുടെ അപ്പുറം കിടക്കുന്ന ഈ ഭൂമികയിൽ വരികയും അവിടുത്തെ വളരെ നല്ലവരായ മനുഷ്യരെ, മലയാളികളെ കാണാൻ, മലയാളികൾക്കപ്പുറം മലയാളികൾ സ്നേഹിക്കുന്ന അമേരിക്കക്കാരെ കാണാനും ഒരു ദിവസം ഞാൻ വരും മതിലുകൾക്കപ്പുറത്ത്. നമുക്ക് ഈ നാടകത്തിന്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാം. ഞാൻ അധികം സംസാരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള സമയം എനിക്കറിയാം, മുന്നോട്ട് പോകാനറിയാം. ഇത് വളരെ ഒരു വിജയമാവട്ടെ, അത് അമേരിക്കയിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നാടകമാകട്ടെ, മലയാളികൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നാടകമാവട്ടെ എന്ന് ആദ്യമേ ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച് അനീഷ് സാർ. അടുത്തതായിട്ട് നമുക്ക് ഡ്രാമയുടെ നായക കഥാപാത്രത്തിന്റെ സ്കെച്ച് റിവീൽ ചെയ്യാൻ ശ്രീ ഗോപകുമാർ സാറിനെ ക്ഷണിക്കാം. അതിനായിട്ട് ഞാൻ പ്രമോദ് സാറിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഗോപകുമാർ സാറ് വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് സ്വരലയ, കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ നാടക അഭിനേതാക്കളെ മുൻനിർത്തിയിട്ട് മതിലുകൾ എന്ന് പറയുന്ന നോവൽ രംഗത്ത് ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇബ്രാഹിം വെങ്ങര എന്ന് പറയുന്ന നാടകാചാര്യൻ, എഴുത്തുകാരൻ ബഷീറായി അരങ്ങിലെത്തി. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട KPSC ലളിതേച്ചി നാരായണിയായിട്ട് അരങ്ങത്തെത്തി. അന്ന് കേന്ദ്ര കഥാപാത്രമായ തടവുകാരൻ ബഷീറിനെ നമ്മൾ അമ്പരപ്പിക്കുന്ന രീതിയിൽ സൂക്ഷ്മമായ അഭിനയ പാടവത്തോടെ അരങ്ങിലെത്തിച്ചതും ഇന്ത്യയിലെ പല വേദികളിൽ നമ്മളത്
അവതരിപ്പിച്ചതും ഒക്കെ എന്നും മനസ്സിൽ പച്ചച്ചു നിൽക്കുന്ന ഓർമ്മയാണ്. അതിന്റെ ഒരു സർഗോർജം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അല പോലുള്ള ഇടങ്ങളിലേക്ക് വളരെ ധൈര്യത്തോടു കൂടിയിട്ട് ഈ നാടകവുമായിട്ട് കടന്ന് ചെല്ലുന്നത്. അന്ന് ചെയ്ത നാടകത്തിന്റെ കുറെ കൂടി വികസിതമായിട്ടുള്ള രൂപം, അങ്ങനെയാണ് അമ്മ എന്ന് പറയുന്ന കഥയൊക്കെ ഇതിനൊപ്പം വരുന്നത്. പറഞ്ഞു വന്നത് ഗോപകുമാർ സാറിനെ കുറിച്ചാണ്. ഗോപകുമാർ സാറ് മറ്റ് കാര്യങ്ങളിലുമൊക്കെ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴും മറ്റ് സമയങ്ങളിലുമൊക്കെ സർഗാത്മകപരമായിട്ടുള്ള കാര്യങ്ങളിൽ എപ്പോഴും കൂടെയുള്ള ഒരു വലിയ ജ്യേഷ്ഠ സഹോദരനാണ്. ഗോപകുമാർ സാറിന്റെ അഭിനയത്തെക്കുറിച്ചൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. നരേന്ദ്രപ്രസാദ് സാറിന്റെ അഭിനയക്കളരിയിൽ പയറ്റി തെളിഞ്ഞ നാട്യഗൃഹം എന്ന് പറയുന്ന അഭിനയക്കളരിയിലൂടെ എത്രയെത്ര കഥാപാത്രങ്ങളെയാണ് ഗോപകുമാർ സാറും പ്രിയപ്പെട്ട മുരളിയേട്ടനും മലിയാർ സാറും ഒക്കെ നമുക്കായിട്ട് നൽകിയത്. അതൊരു വലിയ കൂട്ടായ്മയായിരുന്നു. കടമ്മനിട്ടയുടെയും ഒക്കെ ചേർന്നിട്ടുള്ള സർഗാത്മകതയുടെ വലിയ കൂട്ടായ്മ. ആ കൂട്ടായ്മയുടെ കളരിയിൽ നിന്ന് വന്ന ഒരാൾ തന്നെ, അതും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകളിലെ കേന്ദ്ര കഥാപാത്രത്തെ അരങ്ങത്ത് ആവിഷ്കരിച്ച് കേരളത്തിലും ഇന്ത്യയുടെ പലയിടത്തും ശ്രദ്ധേയനായ വ്യക്തിത്വം എന്നുള്ള രീതിയിൽ കൂടി അഭിമാനത്തോടെ ആദരവോടെ പ്രിയപ്പെട്ട ഗോപകുമാർ സാറിനെ ഇതിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ സ്കെച്ച് പ്രകാശിപ്പിക്കുവാനും നമുക്ക് എല്ലാ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ നൽകുവാനും സംസാരിക്കുവാനും ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ മറ്റ് അംഗങ്ങളെ, എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ സ്നേഹ ആദര നമസ്കാരം. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ, അല്ല ഇതിനു മുമ്പ് പലരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് വൈക്കം മുഹമ്മദ് ബഷീർ എന്നാണ്. അനുഭവങ്ങളിലൂടെ, സ്വന്തം അനുഭവങ്ങളിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന്, അനുഭവിച്ച ജീവിതത്തിൽ നിന്ന് കഥകളുണ്ടാക്കിയ മനുഷ്യനാണ് ബഷീർ. അതുകൊണ്ട് തന്നെ ബഷീറിൻ്റെ കഥകളെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബഷീറിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഞാൻ വല്ലാതെ എക്സൈറ്റഡ് ആവും. പിന്നെ ഇത് 1989 മതിലുകൾ അടൂർ ഗോപാലകൃഷ്ണൻ സാറ് സിനിമയാക്കിയപ്പോൾ അതിൽ അഭിനയിക്കാൻ ഒരു അവസരം എനിക്ക് കിട്ടി. 1989 അപ്പോൾ അതിൽ ശരിക്കും ഊരും പേരും ഇല്ലാത്തൊരു കഥാപാത്രമായിട്ടാണ് വന്നത്. ഈ മതിലിലെ ആൺജയിലിനെയും പെൺജയിലിനെയും വേർതിരിക്കുന്ന മതിലിലെ ഒരു തുളയുണ്ടായിരുന്നു. അതിൽ കൂടെയാണ് ആൺ തടവുകാരും പെൺ തടവുകാരും പരസ്പരം പ്രേമവും സ്നേഹവും ഒക്കെ കൈമാറിയിരുന്നത് എന്ന് ബഷീറിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥാപാത്രം. അത്രയേ ഉള്ളൂ, പേര് ഊരും പേരും ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഒരു ആദ്യത്തെ മതിലുകൾ എന്ന് പറയുന്ന ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാൻ എനിക്കൊരു അവസരം കിട്ടി. അത് കഴിഞ്ഞിട്ട് ചെയ്തതാണ് പിന്നെ PN മേനോൻ സാറിൻ്റെ ബഷീർ കഥകൾ എന്ന് പറയുന്ന ഒരു ടെലിവിഷൻ പരമ്പര ഉണ്ടായിരുന്നു. ആ ടെലിവിഷൻ പരമ്പരയിൽ ബഷീറായിട്ട് അഭിനയിച്ചത് ഞാനാണ്. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്. കാരണം ഞാൻ എക്കാലത്തെ ഒരു ന്യൂജൻ സിനിമയുടെ ആദ്യത്തെ വക്താവെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് PN മേനോൻ സാറിനെയാണ്. സ്റ്റുഡിയോയിൽ നിന്നൊക്കെ സിനിമയെ പുറത്തേക്ക് കൊണ്ടുപോയി, ഔട്ട്ഡോറിലേക്ക് കൊണ്ടുപോയ അങ്ങനെ ഒരു ശരിക്കും ന്യൂജനായ ഒരു മനുഷ്യനാണ്, ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ബഷീറായിട്ട് അഭിനയിക്കാൻ കഴിയുമെന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അത് കഴിഞ്ഞിട്ട് പ്രമോദിൻ്റെ മതിലുകൾ എന്ന് പറയുന്ന നാടകം പാലക്കാട് കോങ്ങാട് നാടക സംഘവുമായിട്ട് സഹകരിച്ച് ഞങ്ങൾ അവിടെ ക്യാമ്പ് ചെയ്ത് റിഹേഴ്സൽ ചെയ്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു 10-15 ദിവസത്തിനുള്ളിൽ നാടകം റെഡിയായി. അത് പല സ്ഥലത്തും പ്രമോദ് സൂചിപ്പിച്ചതുപോലെ പല സ്ഥലത്തും അവതരിപ്പിച്ചു. പാലക്കാട് അവതരിപ്പിച്ചു, തിരുവനന്തപുരത്ത് അവതരിപ്പിച്ചു, കൽക്കട്ടയിൽ വരെ അത് പോയി കളിച്ചു. ഒരു ഗംഭീര നാടകമായിരുന്നു അത്. എനിക്ക് തോന്നുന്നു പ്രമോദ് ആദ്യം തുടങ്ങിയ ഇരുട്ടിൻ്റെ ആത്മാവിൽ നിന്ന് തുടങ്ങിയതാണെന്ന് തോന്നുന്നു. ആദ്യത്തെ നാടകം അതായിരുന്നു തോന്നുന്നു, MTയുടെ. അവിടെ നിന്ന് തുടങ്ങി പിന്നെ മതിലുകൾ ക്യാമ്പസ് തിയേറ്ററിലായിട്ട് മതിലുകൾ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മതിലുകൾ നമുക്ക് ഈ കോങ്ങാട് നാടക സംഘമായിട്ട് സഹകരിച്ച് നമ്മൾ സ്വരലേക്ക് വേണ്ടി ചെയ്തു. അപ്പോൾ ഇത് പ്രമോദിന്റെ ഒരു യാത്രയുണ്ട്. പ്രമോദിന്റെ സാധാരണ ഒരു സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച ഒരാളിനെ പോലെ അല്ല പ്രമോദ് വളരെ ഇന്റൻസീവായിട്ട് നാടകത്തിലാണ്. എപ്പോഴും പ്രമോദ് കഴിഞ്ഞ ഈ അവസാനം ഗാന്ധി ഭവന് വേണ്ടി പ്രമോദ് ഒരു നാടകം, അത് ഞാൻ കണ്ടിരുന്നു, ഗംഭീര നാടകമായിരുന്നു. അപ്പോൾ പ്രമോദ് എപ്പോഴും നാടകത്തിന്റെ കൂടെ, നാടകത്തിന്റെ ഒപ്പമാണ്.
അതൊരു വലിയ വലിയ കാര്യമാണ്. പ്രമോദ് ഇത് സിനിമ വേറൊരു സിനിമ ബഷീറിൻ്റെ ബാല്യകാല സ്മരണകൾ സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് നാടകമാണ് ഇഷ്ടം. പ്രമോദ് ചെയ്യുന്ന നാടകങ്ങളാണ് എനിക്കിഷ്ടം. അത് ഞാൻ നാടകത്തിൽ കൂടെ വന്ന ആളായതുകൊണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രമോദിൻ്റെ നാടക എന്താ സംവിധാന ശൈലി എനിക്ക് എന്നെ ഒരുപാട് ആകർഷിച്ചത് കൊണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു സംരംഭത്തിന് ഇപ്പോൾ അലയുടെ ആഭിമുഖ്യത്തിൽ ന്യൂജേഴ്സിയിലും സിയാറ്റിലും ഈ നാടകം അവതരിപ്പിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞു. ഇത് സൂമിലൂടെ തന്നെ എല്ലാവരുടെ ഇങ്ങനെ അവരവരുടെ സ്ഥലത്തിരുന്ന് തന്നെ ഇത് റിഹേഴ്സൽ ചെയ്ത് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇനി അവിടെ പോയി ഒരു എല്ലാ അവസാനത്തെ ഒരു മിനുക്ക് പണി മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ആലയുടെ എല്ലാ പ്രവർത്തകർക്കും ഞാൻ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. ഇതൊരു ഗംഭീര നാടകമാവും. ഈ നാടകം കാണാൻ എനിക്ക് എങ്ങനെ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇതുവരെ എൻ്റെ പ്രാക്ടിക്കൽ സൈഡ് എനിക്ക് അറിയില്ല. പറ്റുമായിരിക്കണം, തീർച്ചയായിട്ടും എനിക്ക് നാടകം കാണാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ നാടകത്തിൻ്റെ നായക കഥാപാത്രത്തിൻ്റെ സ്കെച്ച് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ, ഗുരുജനങ്ങളുടെ ആശീർവാദത്തോടെ ഞാനിത് പ്രകാശനം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു. ഗംഭീരമായിരുന്നു. അനീസ്ക പറഞ്ഞു ഗംഭീരായിട്ടുണ്ട് സ്കെച്ച്. താങ്ക്സ്. ആരാണ് ചെയ്തത്? അവിടുത്തെ ആർട്ടിസ്റ്റാ? ഇല്ല, നാട്ടിൽ നിന്നാണ്. രതീഷ് രവി, കൊച്ചിയിൽ. രതീഷ്. പ്രമോദിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പ്രമോദ് വളരെയധികം അതിസൂക്ഷ്മമായിട്ട് ചെയ്യുന്നവരാണ്. അന്നൊരിക്കൽ എന്ന് പറയുന്ന പ്രമോദിന്റെ ഒരു മനോരമയിലെ ഒരു ഓർമ്മ കുറിപ്പുകൾ, അത് പ്രമോദ് ഷൂട്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ അതിനേക്കാൾ ശ്രദ്ധയോടെ പ്രമോദ് അത് ചെയ്യും. പ്രമോദിന്റെ ഒരു കാര്യം, പ്രമോദിനെ സ്വതന്ത്രമായി വിട്ടു കഴിഞ്ഞാൽ, പ്രഷർ ചെയ്യാതെ സ്വതന്ത്രമായി വിട്ടു കഴിഞ്ഞാൽ പ്രമോദ് അതിഗംഭീരനാണ് കളിക്കുക. അത് നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നത് അലയുടെ പ്രവർത്തകർ ആദ്യമായിട്ടായിരിക്കാം പ്രമോദിന്റെ കീഴിൽ ഒരു നാടകം ചെയ്യുന്നത്. അപ്പൊ അത് സംശയമൊന്നുമില്ല, പ്രമോദ് നാടകം ഗോകുമാർ സാർ പറഞ്ഞ പോലെ സിനിമയല്ല പ്രമോദിന്റെ മേഖല. പ്രമോദിന്റെ മേഖല നാടകം തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. നാടകത്തിൽ പ്രമോദിനെ വളരെയധികം, നാടകത്തിൽ പ്രമോദിനെ കാഴ്ചവെക്കാൻ, പ്രത്യേകിച്ച് ഇതുപോലുള്ള കാര്യങ്ങളിൽ പ്രമോദിനെ കാഴ്ചവെക്കാൻ മറ്റാരും എനിക്ക് തോന്നുന്നില്ല. ഗീതു. താങ്ക് യു മിസ്റ്റർ ഗോപകുമാർ സർ. അടുത്തതായിട്ട് നമുക്ക് ഈ ഡ്രാമയുടെ ഉമ്മ കഥാപാത്രത്തിന്റെ സ്കെച്ച് റിവീൽ ചെയ്യാനായിട്ട് ശ്രീമതി KPC ലീല ചേച്ചിയെ ക്ഷണിക്കാൻ. പ്രമോദ് സാർ പ്ലീസ്. KPSC ലീലാമ്മ ഓടിയെത്തിയതാണ്. മറ്റൊരു ഫംഗ്ഷനിൽ ഉദ്ഘാടനത്തിന് പോയിട്ട് ഇക്കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ എന്തായാലും അതിൽ പങ്കെടുക്കും മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു അമ്മ ഭാവമാണ് KPSC ലീലാമ്മയ്ക്ക്. നമുക്കറിയാം, KPSC എന്ന് പറയുന്ന നാടക സംഘം കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയിൽ ഉണ്ടാക്കിയ ചലനങ്ങളും മാറ്റങ്ങളും ചില്ലറയല്ല. തോപ്പിൽ ബാസി എന്ന് പറയുന്ന പ്രതിഭാധനായ സംവിധായകന്റെ തട്ടകത്തിൽ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ ഒരുപാട് നാടകങ്ങളിൽ അഭിനേത്രിയായി, അതിലെ നായികാ കഥാപാത്രമായി ആടിയ, അത് പ്രേക്ഷകരുടെ മനസ്സിലൊക്കെ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് KPSC ലീലാമ്മ. അതിനുശേഷം ജയരാജേട്ടന്റെ സിനിമകളിലും മറ്റു പ്രധാനപ്പെട്ട സിനിമകളിലുമൊക്കെ അഭിനയിച്ച് ചലച്ചിത്ര രംഗത്തും തനിക്ക് അഭിനയ രംഗത്ത് ശോഭിക്കാൻ കഴിയും, അതിന്റെ പ്രതിഭ തന്നിലുണ്ട് എന്ന് തെളിയിക്കുകയും, ഒപ്പം പരന്ന വായന, ഇപ്പോഴും ലൈബ്രറിയിലൊക്കെ, കാമ്പശ്ശേരി കരുണാകരൻ ലൈബ്രറിയിൽ കൊല്ലത്ത് പോയി കഴിഞ്ഞാൽ KPSC ലീലാമ്മയുടെ പ്രത്യേക രീതിയിൽ പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ച സ്ഥലങ്ങളുണ്ട്. കാരണം നിരന്തരം പുസ്തക വായനയും സാംസ്കാരിക പ്രവർത്തനവും ചലച്ചിത്ര അഭിനയവും നാടകത്തിനൊപ്പമുള്ള മനസ്സും കൊണ്ടു നടക്കുന്ന ആദരണീയായ KPSC ലീലാമ്മ ഇതിലെ
ഒരു കഥാപാത്രത്തിന്റെ സ്കെച്ച് റിവീൽ ചെയ്യുകയാണ്. ആ സ്കെച്ച് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ്. മലയാളത്തിൽ ഒരുപാട് നോവലുകളിലും ചെറുകഥകളിലും ഒക്കെ അമ്മ കഥാപാത്രങ്ങളെ പലരും എഴുതി വെച്ചിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഈ രചനയുടെ രീതി നമുക്കറിയാം. ഹൃദയം ചെമ്പനീർ പൂക്കളായി മലയാളികൾക്ക് അരിഞ്ഞു നൽകിയ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ജീവിതത്തിന്റെ തീച്ചൂളയിൽ നിന്നാണ് ബഷീർ ഓരോ കഥാപാത്രത്തെയും കഥയെയും മെനഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അമ്മ എന്ന കഥാപാത്രത്തിന് തീക്ഷ്ണമായ ഒരു സൗന്ദര്യമുണ്ട്. അമ്മ എന്ന് പറയുന്നതിന്റെ എല്ലാ ഉള്ളുരുക്കങ്ങളും, എല്ലാ വേദനയും, എല്ലാ വീര്യവും, പോരാട്ടത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിലേക്ക് ഇറങ്ങിത്തിരിച്ച മകൻ വരുന്നതും കാത്ത് ഓരോ രാത്രിയിലും ഉറക്കമിളച്ച് കാത്തിരിക്കുന്ന അമ്മ, റാന്തൽ വിളക്കിന്റെ അരണ്ട വെട്ടത്തിൽ മകന്റെ കാലനക്കമാണോ കേട്ടത് എന്ന് ഓരോ രാത്രിയും നോക്കുന്ന അമ്മ. ഈ അമ്മയെ വളരെ സൂക്ഷ്മമായിട്ടുള്ള രീതിയിൽ അലയുടെ നാടകത്തിലൂടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുഭവവുമായി തട്ടിച്ചുകൊണ്ട് ഉൾച്ചേർക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ഇതൊരു കൂട്ടായ ശ്രമമാണ്. അത് പക്ഷെ നമ്മൾ ഈ ഓൺലൈൻ റിഹേഴ്സൽ ചെയ്യുമ്പോഴും അതിന്റെ ഇമോഷണൽ കണ്ടന്റ് ഒട്ടും ചോരാതെ അത് അഭിനയിക്കുന്നവർ അതിന്റെ സംഭാഷണത്തിന്റെ റെൻഡറിങ് ശൈലിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇമോഷണലായി ചെയ്യുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ട്. ആ സീക്വൻസ് നമ്മുടെ നാടക സഹൃദയരുടെ മനസ്സിൽ, ഹൃദയത്തിൽ തൊടുക തന്നെ ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏറെ ആദരവോടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഉമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ തിയേറ്റർ സ്കെച്ച് റിലീസ് ചെയ്യാൻ സർവാദരണീയായ പ്രിയപ്പെട്ട KPSC ലീലാമ്മയെ സാദരം ക്ഷണിക്കും. നമസ്കാരം, എല്ലാവർക്കും നന്ദി പറയുന്നു. ഞാൻ എൻ്റെ മകനെ പോലെ ഞാൻ കാണുന്ന നമ്മുടെ പ്രമോദിന്റെ എല്ലാ ജോലികളും, സിനിമയാകട്ടെ നാടകമാകട്ടെ, പക്ഷെ നാടകം കൂടുതൽ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു ആളാണ് പ്രമോദ്. പ്രമോദ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഭാരത് ഭവനിലാണെങ്കിലും പ്രമോദ് ചെയ്തിട്ടുള്ള വർക്കുകൾ വളരെ ആത്മാർത്ഥമായിട്ട് നിരന്തര പരിശ്രമത്തോടെ അത്രയും വലിയൊരു വിജയത്തിൽ എത്തിച്ചൊരു വ്യക്തിയാണ് പ്രമോദ്. പ്രമോദിന്റെ നാടകങ്ങളാണെങ്കിൽ പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആദരണീയനായിട്ട് കാണുന്ന ഒരു വലിയ എഴുത്തുകാരനാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ മതിലുകളിൽ നിന്നുള്ള സിനിമയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രമോദ് ചെയ്ത നാടകം ഞാൻ കണ്ടിട്ടില്ല, എങ്കിലും പ്രഗത്ഭരെയൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. അത് വളരെ വലിയ വിജയമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഇതിൻ്റെ അകത്ത് ബഷീറിന്റെ ഉമ്മയായിട്ട് വരുന്ന ഒരു കഥാപാത്രമുണ്ട്. എപ്പോഴും അമ്മമാർക്കുള്ള ഒരു പ്രത്യേകത, മക്കൾ എവിടെ പോയാലും അവർ തിരിച്ചു വരുന്നത് കാത്ത് അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്ന ഒരമ്മയാണ് ബഷീറിന്റെയും ഉമ്മ. അതുപോലെ ഉള്ള കഥാപാത്രങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് പല നോവലുകളിൽ. പക്ഷെ ബഷീറിന്റെ ഉമ്മ മറ്റൊരു തരത്തില് മകന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന, എത്ര വൈകിയാലും മകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരമ്മ. ആ മുഖം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അത് പ്രമോദിന്റെ കയ്യിലായപ്പോ അത് വളരെ ശക്തമായിട്ട് അത് എടുത്തു കാണിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ അല എന്ന സംഘടനയുടെ അമേരിക്കയിലുള്ളതെന്ന് പറഞ്ഞാൽ അവരെല്ലാം ജോലിക്കാരും വളരെയധികം തിരക്കുള്ള ജീവിതമാണ് അവർക്കുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നാടകത്തെ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് നാടകം. നാടകത്തിൽ കൂടി ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ എത്രയോ സിനിമകൾ അഭിനയിച്ചു, അവാർഡുകൾ വാങ്ങി. പക്ഷെ നാടകം എന്ന് പറയുന്നത് അത് നമുക്ക് പൂർണ്ണത നൽകുന്ന ഒരു രീതിയാണ്. ഒരു കഥാപാത്രത്തെ നമ്മൾ എടുത്താൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ആവിഷ്കാരം നടത്താൻ നാടകത്തിനേ കഴിയുള്ളൂ. അതേ പിന്നെ അമേരിക്കൻ മലയാളികൾ അതിനു വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സന്തോഷവും അഭിമാനവുമാണ് തോന്നുന്നത്. വളരെ നന്നായിട്ട് അത് പ്രമോദ് അത് അവതരിപ്പിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ അതിന് പറ്റിയ കലാകാരന്മാരെ തെരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് അതൊന്ന് കാണാൻ വളരെ ആഗ്രഹമുണ്ട്. ഞാൻ വളരെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും എനിക്കും കൂടി അതൊന്ന് കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. പ്രമോദിന്റെ കയ്യിൽ ഭദ്രമാണെന്ന് എനിക്കറിയാം.
തൊട്ടതെല്ലാം പൊന്ന. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വിജയങ്ങളെല്ലാം ആശംസിക്കുന്നു. നന്മ വരട്ടെ, വലിയൊരു വിജയമായി തീരട്ടെ എന്ന് പറയുന്നു. ക്യാരക്ടർ നന്ദി, സ്കെച്ച് നമസ്കാരം. റിലീസ്. പ്രമോദേ, ഇതില് ഉള്ളവർക്ക് കുറച്ച് തടി കൂടിപ്പോയി അല്ലേ? അന്നത്തെ തടി കാലം കുറച്ച് സ്കെച്ചിന് കൂടി. നമ്മുടെ ആക്ട്രസ് ഇത്ര തടി ഇല്ല കേട്ടോ. അല്ല, അതല്ല, അത് അന്നത്തെ കാലം ദാരിദ്ര്യത്തിന്റെ കാലഘട്ടമാണല്ലോ. അതെ 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 അതായത് അതെ കഞ്ഞിവെള്ളത്തില് വറ്റ് ആണുങ്ങൾക്ക് കൊടുത്ത് കഞ്ഞിവെള്ളം മാത്രം കുടിച്ചിരുന്ന സ്ത്രീകൾ അതെ അതെ ഉണ്ടായിരുന്ന ഒരു കാലം. കാലഘട്ടമാണത്. അതെ അതെ അതെ. തടി ഇത്ര തടി ഇല്ല കൂടിയിട്ട് നമ്മളെ ആക്ട് ചെയ്യുന്ന അഭിനേത്രി, ഇത്ര തടി. ആ. സ്റ്റേജിൽ കുഴപ്പമില്ല. സ്കെച്ച്. ഉം. ഗീതാഞ്ജലി. താങ്ക് യു ലീല ചേച്ചി. ഇനി അടുത്തതായിട്ട് നമ്മളുടെ ഡ്രാമയുടെ നായിക കഥാപാത്രത്തിന്റെ സ്കെച്ച് റിവീൽ ചെയ്യാൻ വേണ്ടി ശ്രീമതി കുക്കു ചേച്ചി, കുക്കു പരമേശ്വരൻ ചേച്ചിയെ ക്ഷണിക്കാൻ പ്രമോദ് സാറിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഒന്നുകൂടെ. പ്രമോദ് സാർ പ്ലീസ്. മതിലുകൾക്കപ്പുറത്തിന്റെ ഒരു കൗതുകം എന്ന് പറയുന്നത് ഈ അരങ്ങിന്റെ സ്ഥലകാലങ്ങളെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നാരായണി എന്ന് പറയുന്ന നായിക കഥാപാത്രത്തെ ശബ്ദത്തിനപ്പുറം ദൃശ്യത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. നാടകം കണ്ണിന്റെ കലയാണ്, ദൃശ്യ കലയാണ്. പക്ഷേ ബഷീർ എഴുതി വെച്ച ആ അനുഭവത്തിനെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് നാരായണിയെയും ബഷീറിനെയും കാണാം. പക്ഷേ അവരുടെ സംസാരത്തിൽ അകലങ്ങൾ, അതുപോലെ തന്നെ അവരുടെ മൂവ്മെന്റിലുള്ള അകലങ്ങളിലൂടെ ഇവർ ഒരു മതിലിന്റെ അപ്പുറത്ത് രണ്ട് വശങ്ങളിലാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ മതിൽക്കെട്ടിനകത്തെ വല്ലാത്ത വരണ്ട ഒരു ജീവിതത്തിന്റെ ഇടയിൽ പ്രണയത്തിന്റെ ഒരു സാന്ത്വനവും പച്ചപ്പും ഒക്കെ വരുമ്പോൾ ഒരു വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ ബഷീറിലും നാരായണിയിലും ഉണ്ടാകുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് അത് അലയുടെ അഭിനേതാക്കൾക്ക് ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ പ്രത്യാശ. കാരണം ആ രീതിയിൽ സംഭാഷണങ്ങളെ ക്രമപ്പെടുത്തി മനോഹരമായി ചെയ്യുവാൻ അവർ ആത്മാർത്ഥമായി ശ്രമിക്കുന്നു. ഈ നാരായണി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ സ്കെച്ച് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട അഭിനേത്രി, നമുക്കറിയാം ശാസ്ത്രീയമായി നാടകകലയെ പഠിച്ചറിയുകയും അത് വിദേശത്തും ഇന്ത്യയുടെ പലയിടങ്ങളിലും ശങ്കരപ്പിള്ള സാറിനെ പോലെയുള്ള പ്രതിഭാധനരായിട്ടുള്ള നാടക സൈദ്ധാന്തികന്മാരുടെ, നാടകാചാര്യന്മാരുടെ പഠന ക്ലാസ്സുകളിൽ ഏറ്റവും മിടുക്കി എന്നുള്ള രീതിയിൽ എല്ലാവരും ഒരുപോലെ കുക്കുചേച്ചിയുടെ പേര് പറയുന്നതാണ്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നമ്മളൊക്കെ എത്തുമ്പോൾ പലരും ഉദാഹരിക്കുക കുക്കുവിന്റെ അഭിനയം, മുരളി മേനോന്റെ അഭിനയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അഭിനയ രംഗത്ത് തിളക്കത്തോടെ തിയേറ്റർ രംഗത്തും പിന്നീട് പത്മരാജൻ സാറിനെ പോലെയുള്ള വിഖ്യാതരായിട്ടുള്ള സംവിധായകർക്കൊപ്പം ഒരുപാട് ചലച്ചിത്രങ്ങൾ, പിന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ, കോസ്റ്റ്യൂം ഡിസൈനർ എന്നുള്ള രീതിയിൽ, ഇപ്പോൾ കൾച്ചറൽ ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ കുക്കുചേച്ചി അവരുടെ സാന്നിധ്യം നിരന്തരം സാംസ്കാരിക രംഗത്ത് അറിയിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. കുക്കുചേച്ചിയെ പോലെയുള്ള പ്രിയപ്പെട്ട ഒരാളെ, ഒരു വളരെ പ്രതിഭാശാലിയായ ഒരു വ്യക്തിത്വത്തെ നാരായണി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ രേഖാചിത്ര പ്രകാശനത്തിന് വേണ്ടി ലഭിക്കുന്നു എന്ന് പറയുന്നത് അലയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ സർഗോർജമാണ്. മറ്റുള്ള ഓരോരുത്തരും ചെയ്തതുപോലെ തന്നെ ഓരോ ചുവടിനും ഓരോ കരുത്ത് പകരുന്നതാണ് നിങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യം, വാക്കുകൾ എന്ന് ഹൃദയപൂർവ്വം അറിയിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പ്രിയപ്പെട്ട കുക്കുചേച്ചിയെ ഞങ്ങളുടെ നാരായണി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ സ്കെച്ച് റിവീൽ ചെയ്യാൻ സവിനയം ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യണേ. മ്യൂട്ടഡ് ആണ്. ഓ സോറി, ഞാൻ വല്ലാത്തൊരു സ്പേസിലായിരുന്നു, അതുകൊണ്ടാണ് അവിടുത്തെ ശബ്ദം നിങ്ങൾ കേൾക്കാതിരിക്കാൻ, അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടത്. എന്തായാലും ഒരുപാട് സന്തോഷം. പ്രമോദ് പറഞ്ഞ പോലെ പ്രമോദ് സ്കൂളിൽ പഠിക്കാൻ വന്ന്
അത് കഴിഞ്ഞ് പ്രമോദ് പയ്യന്നൂരായി മാറുന്ന വരെയുള്ള എല്ലാ ജേണിയിലും അവിടെ ഇവിടെയൊക്കെ ഓരോ കുത്തും കോമയും ഇടുകയും ഒന്ന് തടസ്സപ്പെടുത്തുകയും നിൽക്ക് പതുക്കെ പോകാം എന്ന് പറയുകയും അല്ലെങ്കിൽ എഴുതുന്ന സ്ക്രിപ്റ്റ് വായിക്കാനും അതിന് അഭിപ്രായം പറയാനും ഒക്കെ സാഹചര്യം കിട്ടിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് പ്രമോദിന്റെ ഗ്രോത്തിലൂടെ ഒക്കെ എന്റെ കണ്ണിങ്ങനെ പോയിട്ടുണ്ട്. സോ ഭരത് ഭവനിലെത്തി അവിടെ ചെയ്യുന്നതെല്ലാം അറിയുന്നുണ്ട്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇത് എന്റെ ഒരു തമാശ എന്താ നിലയ്ക്കെന്ന് വെച്ചാൽ, ഞാനിപ്പോ സ്ത്രീകളുടെ ഒരു 40+ വിമന് ഒരു തിയേറ്റർ വർക്ക്ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 8 മണിക്ക് ശേഷം ഫിനിഷ് ചെയ്ത് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ TCPA ട്രിവാൻഡ്രം സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിന്റെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യാണ്. സോ ആ ഒരു വളരെ ഡിഫറെന്റ് ഒരു ഡ്രീം പ്രോജക്റ്റിൽ നിൽക്കുകയാണ്. അപ്പൊ അത് ചെയ്ത് തീർത്തിട്ട് ഇങ്ങോട്ട് വരണേന്റെ ഇടയ്ക്കാണ് ഇത് നിങ്ങളുടെ ഈ ടൈമിങ്ങിൽ. അതുകൊണ്ട് ഐ വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ഐ ഗേവ് മൈ വേർഡ് ടു പ്രമോട്ട്. അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും വേണം. ഇറ്റ് ഷുഡ്ന്റ് ഡിസ്റ്റർബ് എനിബഡി. എനിവേ ഐ എം വെരി ഹാപ്പി. വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഗോപകുമാരേട്ടനെ കണ്ടു, പ്രേമന്റെ പേര് ലീൽ ചേച്ചിയെ കണ്ടു. അതല്ലാതെ പ്രകാശ് ബാരെ ഞാൻ സ്ക്രീനിൽ കണ്ടില്ല, ബട്ട് ഐ നോ ഹിം വെരി വെൽ. അങ്ങനെ പലരെയും കണ്ടു. ഐ എം വെരി ഹാപ്പി അബൌട്ട് ഓൾ ദാറ്റ്. ഇത് കേട്ടതും വളരെ സന്തോഷം. എന്താന്ന് വെച്ചാല് എനിക്കും സുൽത്താന്റെ പുസ്തകത്തിനും അല്ലെങ്കിൽ എഴുത്തിനുമായിട്ടുള്ള ബന്ധം ആസ് എ റീഡർ ഞാൻ വായിച്ചിട്ടുള്ളതെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ വായിച്ചെങ്കിലും സ്കൂൾ ഓഫ് ഡ്രാമയിൽ വന്നപ്പോൾ കഥാബീജം നമ്മൾ ചെയ്തു. അതിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം കിട്ടിയപ്പോഴാണ് ഞാൻ ബഷീറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതിലെ കഥാപാത്രമാവാനും കഴിഞ്ഞു. ശങ്കരപ്പിള്ള സാർ, പി ബാലചന്ദ്രനാണ് ഡയറക്ട് ചെയ്തത്. ശങ്കരപ്പിള്ള സാറുണ്ട്. അപ്പൊ എന്നെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയതും ശങ്കരപ്പിള്ള സാറാണ്. അപ്പൊ അതിൽ അഭിനയിച്ച് കേരളം മുഴുവനല്ല, ഇന്ത്യ മുഴുവൻ കഥാബീജത്തിലെ നായികയായിട്ട് എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കണ്ടത്. എന്റെ ആദ്യത്തെ നാടക അഭിനയമാണ്, ആദ്യത്തെ നാടക അഭിനയം പ്രൊഫഷണൽ ആയിട്ട് കൾട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ തുടങ്ങിയ ഒരാളാണ്. പിന്നെ എല്ലാവരെയും പോലെ മലയാളി എന്ന നിലയ്ക്ക് ഒരിക്കലും ബഷീറിനെ അറിയാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അറിഞ്ഞില്ല എന്ന് പറയുന്നത് അത് തെറ്റ് തന്നെയാണെന്നാണ് ഞാൻ കാണുന്നത്. ബിക്കോസ് നമ്മുടെ വളർച്ചയിൽ അത് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ഉള്ളപ്പം എന്നോട് പ്രമോദ് പറഞ്ഞു ഇങ്ങനെ നാരായണി സ്റ്റേജിൽ വരണു. ഞാൻ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ, അവിടുത്തെ സ്പേസിൽ നാരായണി വരുന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കും. ബിക്കോസ് നമുക്കിപ്പോഴും മനസ്സിൽ KPS ലളിതയുടെ സൗണ്ടാണ്. അത് അടൂരിനോട് ഞാനത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, മലയാളികൾക്ക് മാത്രമാണ് അത് KPS ലളിത, ബാക്കി ലോകത്തിന് മുഴുവൻ അത് നാരായണിയാണ്. അതുകൊണ്ട് അതിനെ അങ്ങ് മറന്നേക്കുക, അങ്ങനെ ഒരു ചിന്ത വേണ്ട. പക്ഷേ സ്റ്റിൽ നമുക്ക് തോന്നുന്ന ഒരു നാരായണി ഉണ്ടല്ലോ. അപ്പൊ നാരായണി ആരുമാകാം. എനിക്ക് ബഷീറിന്റെ കഥാപാത്രങ്ങൾ, സ്ത്രീ കഥാപാത്രങ്ങളെ തോന്നിയിട്ടുള്ളത്, അദ്ദേഹം വിവരിച്ചിട്ടുണ്ടാവും അവരെങ്ങനെ ഉണ്ടാവും, അവരുടെ നിറം പറഞ്ഞിട്ടുണ്ടാവും, അവരുടെ ലുക്സ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എല്ലാ സ്ത്രീകളും അതിലുണ്ട് എന്നുള്ളതാണ്. അതില് നമുക്ക് ഈ നമ്മൾ കാണുന്ന സ്ത്രീകളുടെ എല്ലാ ഭാവങ്ങളും ഉണ്ട്. അപ്പം ഇന്ന നടിയോ അല്ലെങ്കിൽ ഇന്ന ലുക്കോ അല്ല, അത് സ്ത്രീകൾക്ക് അഭിനയിക്കാൻ പറ്റുന്ന ഭാവങ്ങളാണത്. ഏത് സ്ത്രീക്കും മനസ്സിലാകുന്ന ഇമോഷൻസ് ആണത്. അത് മനസ്സിലാക്കുമ്പോഴാണ് കഥാപാത്രമാവുന്ന ആരാണ് എന്നുള്ളതല്ല. സോ അതൊരു നല്ല കാര്യമാണ്. എന്തായാലും അവിടെ നാടകം നടക്കുന്നു. അത് ഈ ലേറ്റസ്റ്റ് ടെക്നോളജി എന്നുള്ളതാണ് അതിന്റെ ത്രില്ല്. പ്രമോദ് എന്നോട് പറഞ്ഞു അദ്ദേഹം ഇവിടെ ഇരുന്നാണ് പ്ലോട്ടിങ്ങും ചാർട്ടിങ്ങും ഒക്കെ നടത്തിയത്. ആൻഡ് എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ. അതിന് മുമ്പ് ഒന്ന് പോകും എന്ന് പറഞ്ഞു. ഐ എം ഓൾസോ ക്യൂരിയസ്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞ് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് കാണാൻ അവസരമുണ്ടെങ്കിൽ അതിന്റെ ഒരു ക്ലിപ്പിങ്ങോ എന്തെങ്കിലും, ജസ്റ്റ് ക്യൂരിയോസിറ്റി ഹൗ ഇറ്റ് ഹാപ്പൻഡ് എന്നുള്ളത്. ഓഫ് കോഴ്സ് നാടകം തന്നെയാണ്, അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഹിയർ ആൻഡ് നൗ. ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന്റെ ഈ ഒരു ഇടയ്ക്ക് ആയതുകൊണ്ടാണ് എന്റെ ഡിസ്റ്റർബൻസ് ഉണ്ടായത്. അത് നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടായി കാണില്ല എന്ന് വിചാരിക്കുന്നു. സോ ലോകത്തിനായിട്ട്, അമേരിക്കയ്ക്കായിട്ട്, നാടകത്തിനായിട്ട് ഞാൻ നാരായണിയുടെ രേഖാചിത്രം ഇവിടെ പ്രകാശിപ്പിക്കുന്നു. വാവ്, റോസാപ്പൂവിന് മാത്രമുള്ള കളറും നാരായണിയുടെ ജീവിതത്തിന്റെ ഒരു ഡൾനെസ്സും കൂടി ബ്യൂട്ടിഫുൾ. തീർച്ചയായിട്ടും. നാരായണി നന്നായിട്ടുണ്ട്. ജയിലിന്റെ മടുപ്പും റോസാപ്പൂവിന്റെ നിറവും. ആ പൂവിന്റെ കാര്യം പറഞ്ഞപ്പോഴേ,
പൂവിന്റെ കാര്യം പറഞ്ഞപ്പോൾ അത് ശരിക്കും ബഷീറിന്റെ ഹൃദയമാണ്. അതെ അതെ, ആ ആ. പൂ നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ ഞാൻ ആ ചോദ്യം ഉണ്ടല്ലോ. ഗീതാഞ്ജലി. താങ്ക് യു കുക്കു ചേച്ചി. ഇപ്പൊ നമുക്ക് നാടകത്തിലെ എല്ലാ കഥാപാത്രങ്ങളെ പറ്റി ഒരു ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് പ്രമോദ് സാറിനോട് നാടക പരാമർശങ്ങളെ കുറിച്ച് ചോദിക്കാം. സാർ 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പ്രകാശ് ബാരെ ചേട്ടൻ ഇവിടെ ഉണ്ട്. അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന്റെ ഒക്കെ ആക്ടിങ് സ്റ്റേജിൽ കണ്ടിട്ട് അമ്പരന്ന് നിന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം തിയേറ്ററിനോട് കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് വളരെ വലുതാണ്. പാലക്കാട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് നന്ദജനിലൂടെ അദ്ദേഹത്തിന്റെ ക്യാമ്പസ് തിയേറ്റർ കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയതാണ്. അരങ്ങിൽ പ്രകാശേട്ടന്റെ അഭിനയം കണ്ടതാണ്. സിനിമയിലും പ്രകാശേട്ടൻ വളരെ സിനിമയിൽ ചെയ്യുമ്പോൾ അത് സൊസൈറ്റിക്ക് ഗുണകരമാകുന്ന രീതിയിൽ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്ത് ചെയ്യുക എന്നുള്ളതിൽ കൃത്യതയുള്ള ഒരു മനുഷ്യനാണ്, ഒരു അഭിനേതാവാണ് പ്രകാശേട്ടൻ. നല്ല സിനിമകളുടെ നിർമ്മാതാവാണ്. അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തോട് അതുപോലെ ഇഴയെടുപ്പമുള്ള മനസ്സ് എന്നും കാത്തു സൂക്ഷിക്കുന്ന സ്നേഹസമ്പന്നനായ ഒരു 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 കലാകാരനാണ് ഏറെ പ്രിയപ്പെട്ട പ്രകാശേട്ടൻ. അഭിനേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തിയേറ്റർ രംഗത്തും സിനിമാ രംഗത്തും അഭിനേതാവ് എന്നുള്ള രീതിയിൽ ആഴത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രകാശേട്ടൻ ഈ മതിലുകൾക്കപ്പുറം എന്ന നാടകത്തെ അലയുടെ ഈ ആദ്യ പ്രൊഡക്ഷന് ഭാവുകങ്ങൾ നേർന്ന് സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു പ്രമോദ് സാർ. താങ്ക് യു. ഇതൊരു വലിയൊരു മുഹൂർത്തമാണ്. ഒരു ഞാനൊരു 25 വർഷം മുമ്പ് 25-30 വർഷം മുമ്പ് അമേരിക്കയിൽ ആദ്യമായി കാലുകുത്തിയപ്പോൾ വളരെയധികം അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഉള്ള അമേരിക്കൻ ഡ്രീം പെർസ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ ജോലി തിരക്കൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ മിസ് ചെയ്യുന്ന കാലത്ത് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെപ്പറ്റി ഒരു പരാമർശം അന്നത്തെ പത്രങ്ങൾ, ന്യൂയോർക്ക് ടൈംസ് ആയാലും അല്ലെങ്കിൽ വാഷിങ്ടൺ പോസ്റ്റ് ആയാലും അല്ലെങ്കിൽ സാനോസെ മെർക്കുറി ന്യൂസ് ആയാലും ഒന്നിലും വളരെ കുറച്ച് മാത്രം ഇന്ത്യയെപ്പറ്റി കേൾക്കുന്ന ഒരു കാലത്ത് ഇന്ത്യയിലെ, നമ്മുടെ നാട്ടിലെ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ഫാമിലിയും നമ്മുടെ സാഹിത്യവും നമ്മുടെ സിനിമയും നമ്മുടെ നാടകങ്ങളും ഒന്നിനെപ്പറ്റിയും അതൊക്കെ മിസ് ചെയ്തിട്ടുള്ള ഒരു തലമുറയായിരുന്നു. ഇന്ന് കാലം കുറേ മാറിയിട്ടുണ്ട്. ഇന്ന് വളരെ വ്യത്യാസമുണ്ട്. മലയാളികളുടെ എണ്ണം, ഇന്ത്യക്കാരുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം, വലിയൊരു ദൃശ്യമാധ്യമങ്ങളൊക്കെ അവിടെ പ്രസൻ്റാണ്. ഒരുപാട് ഇപ്പം ഞാൻ താമസിച്ചിരുന്ന സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയിൽ ഇന്ത്യൻ നാടകമൊന്നും മരുന്നിന് പോലും കേൾക്കാത്ത ഒരു കാലത്ത് നമ്മളുടെയൊക്കെ മലയാളി അസോസിയേഷനിലൊക്കെ നമ്മളൊക്കെ ചെയ്തിരുന്ന നാടകങ്ങളല്ലാതെ ഇല്ലാത്ത സ്ഥലത്ത് ഇന്ന് ബേ ഏരിയ ഡ്രാമ കമ്പനി, നാട്ടക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നാടക സംഘങ്ങളും എല്ലാ വീക്കെൻഡിലും ഒരുപാട് നാടകങ്ങളും അതിൻ്റെ അകത്ത് ഏത് നാടകം കാണണമെന്ന് സെലക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളൊരു കാലത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. പക്ഷേ നമുക്കറിയാം, ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് പ്രവാസികളെ തേടിയെത്തുന്ന പെർഫോമൻസുകൾ അത് പൊതുവെ ഒരു പർട്ടിക്കുലർ പാറ്റേൺ ആണ്. മിമിക്രി ആയിരിക്കാം, അല്ലെങ്കിൽ തമാശയായിരിക്കാം, അല്ലെങ്കിൽ ഡാൻസും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. കുറേയും കൂടെ സീരിയസ് ആയിട്ട് കലയെ വളരെ സാഹിത്യവും കലയും ഒക്കെ ഉപാസിക്കുന്ന പ്രവാസികൾക്ക് ഒരു അവസരം ഇപ്പോഴും ഇല്ലാത്ത ഒരു സ്ഥിതിയിലാണ് അമേരിക്കൻ സൊസൈറ്റിയിൽ. ഇപ്പം മറ്റ് പ്രവാസികൾ, ഇപ്പം UAE-യിലാണെങ്കിലും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള മറ്റ് കൺട്രീസിലാണെങ്കിലും ഒക്കെ, യൂറോപ്പിലൊക്കെ കുറച്ചും കൂടി കലയുമായിട്ട് കുറച്ചും കൂടി ഉദാത്തമായിട്ടുള്ള രചനകളും അല്ലെങ്കിൽ അതുമായിട്ട് പരിചയപ്പെടാനുള്ള അവസരങ്ങൾ കൂടുതൽ ഉണ്ടാവുന്നുണ്ടെങ്കിലും അമേരിക്ക ഇപ്പോഴും ആ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് അല പോലെയുള്ള സംഘടനകളുടെ ഒരു പ്രസക്തി. സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ അത് കൃത്യമായിട്ട് അല പ്രകടിപ്പിച്ചിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാടകത്തിലേക്ക് അല കടന്നു വരുമ്പോൾ അതിൻ്റെ ഭാഗഭാക്കാവാനും ആദ്യത്തെ നാടകത്തിൻ്റെ ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ഇതിന് ശേഷമുള്ള ഇതിൻ്റെ പ്രൊമോഷൻ, ഇതിൻ്റെ യാത്രയിൽ
പങ്കുചേരാനുള്ള ഈ അവസരം വളരെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇത് ചെയ്യണം, ഇത് നടന്നിരിക്കണം. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഒരുപാട് ഈ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഇതിൽ ടാലൻ്റ് ഉള്ള ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടാവുകയും അവർക്ക് അവസരങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് വലിയൊരു ക്രൈമാണ്. അപ്പോൾ അതിനെ മറികടന്നിട്ട് മലയാള നാടകത്തിനെ ലോക നാടകങ്ങളും അല്ലെങ്കിൽ ലോകത്തുള്ള ഓഡിയൻസിന് മുഴുവൻ മലയാള സിനിമ ഏത് ഫിലിം ഫെസ്റ്റിവലിൽ പോയി കഴിഞ്ഞാൽ എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക മതിപ്പുണ്ട്. അതുപോലെയുള്ള ഒരു സ്ഥാനം മലയാള നാടകത്തിനും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അതിനു വേണ്ടിയുള്ള ഒരു യാത്രയാവട്ടെ, അതിനു വേണ്ടിയുള്ള ഒരു തുടക്കമാവട്ടെ ഈ ഇനീഷ്യേറ്റീവ് എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്ന് വലിയ സന്തോഷമുണ്ട്. നേരത്തെ പ്രമോദ് പറഞ്ഞ പോലെ പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ അന്ന് ജോസ് ചെറമല തൃശ്ശൂർ നാടകം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കുക്കു ചേച്ചിയും ഇവരൊക്കെ തൃശ്ശൂരിൽ നാടകം ചെയ്യുമ്പോൾ അവർ ചെയ്തിരിക്കുന്ന പല നാടകങ്ങളുമാണ് നമ്മൾ ബ്രൈറ്റിൻ്റെ ആയാലും ബെക്കറ്റിൻ്റെ ആയാലും ശങ്കരപിള്ള സാറിൻ്റെ ആയാലും NN പിള്ള സാറിൻ്റെ എല്ലാ നാടകങ്ങളും റൂട്ടിലും കൾട്ടിലും ഒക്കെ ചെയ്ത നാടകങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ മാസാമാസം പാലക്കാട് ചെയ്യുകയും പിന്നീട് ഈ സോണിലും ഇൻഡർ സോണിലും ഒക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഒരു കാലത്തിലേക്ക് അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ പോലും പ്രവാസികൾ ചെയ്യുന്ന അത്രയും കൂടുതൽ നാടക പ്രവർത്തനങ്ങളും കേരളത്തിൽ നടക്കാത്ത, അല്ലെങ്കിൽ നാടകം കാണാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് കേരളം. അതൊക്കെ മാറ്റിമറിക്കാൻ കേരളത്തിലെ നാടകത്തിനെയും നാടകക്കാരെയും നമ്മുടെ നാടകങ്ങളെയും ലോകത്തിലെ മറ്റ് സ്ഥലങ്ങളോടും ആസ്വാദകരോടും മറ്റ് നാടക പ്രവർത്തകരെയും ഒക്കെ കണക്ട് ചെയ്ത് ഫെസ്റ്റിവൽസുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് ലോക നിലവാരത്തിലേക്ക് കൊണ്ടുവരാനും അതിന് ഒരു വളരെയധികം സ്വന്തം കാലിൽ നിന്ന് തഴച്ചു വളരാനുള്ള ഒരു ആംബിയൻസ് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. ഒരു പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും ഒരു നാടകക്കാരൻ ഫസ്റ്റ് ലവ് ഈസ് ഓൾവേസ് തിയേറ്റർ. നേരത്തെ ലീല ചേച്ചി പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് സാധ്യതകൾ സിനിമ തരുന്നുണ്ടെങ്കിലും സിനിമയിൽ കാരണം സൂമും മറ്റേതും ഒക്കെ ചെയ്തിട്ട് പല ആൾക്കാരും നാടകക്കാരും സിനിമയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നാടകത്തിലേക്ക് വരാത്ത കുറേ ആൾക്കാരുണ്ട്. കാരണം അത്രയധികം സാധ്യതകൾ സിനിമ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ നാടകം ഓഫർ ചെയ്യുന്ന ആ സത്യസന്ധത, കാരണം ഇത് ഒരുപാട് കാശുകളുടെയും പല കോർപ്പറേറ്റുകളുടെയും അല്ലെങ്കിൽ പല താല്പര്യങ്ങളുടെയും കയ്യിലല്ല. ഇതിനൊരു സത്യസന്ധതയുണ്ട്. പ്രേക്ഷകന്റെ നേരെ മുന്നിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന പെർഫോമൻസാണ്. അതിന് ഒരു സത്യസന്ധത ഉണ്ടായേ പറ്റൂ. അപ്പോൾ ആ നാടകക്കാരൻ എന്ന നിലയിലും ഒരു പ്രവാസി എന്ന നിലയിലും ഈ ഒരു ഇനീഷ്യേറ്റീവ് ഞാൻ കൊതിച്ച ഒന്നാണ്. ഇതിൻ്റെ ഭാഗമാകാൻ എനിക്ക് പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. അതിന് എന്നെ ക്ഷണിച്ചിരിക്കുന്ന അലയുടെ എല്ലാ പ്രവർത്തകരോടും അലയുടെ ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഐ ലുക്ക് ഫോർവേഡ് ടു ദാറ്റ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൻ തന്നെ ഇവിടെ ഉള്ള ഈയൊരു ഇവൻറ്റിൽ ഇതിലും നല്ലൊരു തുടക്കം ഈ ഇനീഷ്യേറ്റീവിന് കിട്ടാനില്ല. പ്രമോദിനെ പോലെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രചനയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നാടകവും വലിയൊരു സന്തോഷമാണ്. ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഈ അലയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും, ഈ നാടകത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. താങ്ക് യു പ്രകാശ് സർ, താങ്ക് യു പ്രമോദ് സർ. അടുത്തത് അലയുടെ തിയേറ്റർ പ്രൊഡക്ഷൻ്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നവരെ പരിചയപ്പെടുത്താൻ മധുവേട്ടനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. മധുചേട്ടാ പ്ലീസ്. ഈ മതിലുകൾക്കപ്പുറം എന്ന ഈ ആദ്യത്തെ അല തിയേറ്റേഴ്സിന്റെ ആദ്യത്തെ നാടകത്തിന് ഒരു കൂട്ടായ പ്രവർത്തനമായിരുന്നു അണിയറയിൽ നടന്നിരുന്നത്. അത് കേരളത്തിൽ നിന്നുള്ള കലാകാരന്മാരും അമേരിക്കയിൽ പല സംസ്ഥാനങ്ങളിലുള്ള കലാകാരന്മാരും ചേർന്നുള്ള ഒരു കൂട്ടായ ഒരു പ്രൊഡക്ഷനാണിത്. അപ്പോൾ അവരുടെ പേരുകൾ ഞാനൊന്ന് വായിക്കാം. ഇവിടെ കാസ്റ്റും അവരുടെ റോളും എന്താണ് എന്ന് വായിക്കാം. അലൻ ജി ജോൺ, എഴുത്തുകാരനായ ബഷീർ. ബിജു നീലകണ്ഠൻ, ജയിൽപ്പുള്ളി കുഞ്ഞാലി. ഗീതാഞ്ജലി വിശാൽ, ഫാന്റസിയിലെ നാരായണി, ന്യൂജേഴ്സിയിൽ. ജോർജി സാമുവൽ, ജയിൽപ്പുള്ളി വിദ്യാധരൻ. ഹരിദേവ്, അനിയൻ ജയിലർ. ജിന ഡിക്രൂസ്, ഉമ്മ.
ജോമി വർഗീസ് ആദ്യ വാർഡ്, കിരൺ ജെയിംസ് തടവുകാരനായ ബഷീർ, ലാരിനോ NS രാഷ്ട്രീയ തടവുകാരൻ ജോസഫ്, ലതീഷ് കൃഷ്ണൻ കഴിവിലേറുന്ന സുഹൃത്ത്, ലീസ ആൻഡ് മാത്യു നാരായണി തടവുകാരി, മധു ബാലചന്ദ്രൻ തടവുകാരൻ ദാമോദരൻ, സജിത് കല്ലാത് പനോളി കുശാണ്ടവാട്, ഷാജി എഡ്വേർഡ് തടവുകാരൻ രാഘവേട്ടൻ, ശില്പ ചന്ദ്രൻ അരുൺ വിജയ് നാരായണി സിയാറ്റിൽ അഭിനയിക്കുന്നു, ഫാന്റസി നാരായണി. പ്രൊഡക്ഷൻ ടീമിൽ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ തിയേറ്റർ ടെക്സ്റ്റ് ആൻഡ് ഡയറക്ഷൻ, സായി അനന്ത് ശ്രീലക്ഷ്മി അസിസ്റ്റന്റ് ഡയറക്ടർ, മധു ബാലചന്ദ്രൻ പ്രൊഡക്ഷൻ മാനേജർ, സുനിൽ പുലത്തിൽ അസോസിയേറ്റ് ഡയറക്ടർ ആർട്ട് ഡയറക്ടർ ഓഡിയോ ടെക്, സൂര്യ ശ്രീകുമാർ കോസ്റ്റ്യൂംസ്, പണ്ഡിറ്റ് രമേശ് നാരായണൻ സത്യജിത്ത് മ്യൂസിക്, സുജിത് കാരക്കാടൻ പ്രോപ്പ് മാസ്റ്റർ ന്യൂജേഴ്സി, ഷിബു ബേബി പ്രോപ്പ് മാസ്റ്റർ സിയാറ്റിൽ, സവിത രാജേഷ് ലൈറ്റിംഗ് കൺട്രോൾ സിയാറ്റിൽ, വിദ്യ രാജേഷ് ലോജിസ്റ്റിക്സ് ന്യൂജേഴ്സി, വിഷ്ണു ലോജിസ്റ്റിക്സ് സിയാറ്റിൽ, ഐ വർഗീസ് പരിമണം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, ലീസ മാത്യു കൊറിയോഗ്രാഫി, ക്യാരക്ടർ സ്കെച്ച് രതീഷ് രവി. താങ്ക് യു. താങ്ക് യു മധുവേട്ട. ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ്. ഒരുപാട് പേരുടെ മന്ത്സ് ആൻഡ് ഡേയ്സ് ആയിട്ടുള്ള ഒരു ഹാർഡ് വർക്കിന്റെ റെക്കഗ്നീഷൻ ആയിരുന്നു ഇന്ന് ഇവിടെ നടന്ന മൊമെന്റ്സ്. അടുത്തതായിട്ട് നമുക്ക് ആശംസകൾ അറിയിക്കാൻ ദീപൻ സാർ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം ട്രാവലിംഗ് ആണ്. താങ്ക് യു ദീപൻ സാർ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് അലയുടെ തിയേറ്റർ ഗ്രൂപ്പിനെ കുറിച്ചും നാടകത്തെക്കുറിച്ചും അവലോകനം നടത്താൻ അലയുടെ നാഷണൽ കമ്മിറ്റി മെമ്പർ ശ്രീ സുനിൽ പുന്നത്തിൽ സുനിലേട്ടനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. സുനിലേട്ട പ്ലീസ്. ഹലോ, നമസ്കാരം. താങ്ക് യു ഗീതാഞ്ജലി. ഇത്രയും കേട്ടതെന്ന് ബഷീറിന്റെ ഒരു വാക്കിന് തുടങ്ങാം. ഞാനൊരു ചെറിയ ജീവിയാണ്. കാരണം ഇതിനു മുമ്പ് സംസാരിച്ച ഗോപകുമാർ സാറും തന്നെ എല്ലാവരും പറഞ്ഞ നിങ്ങളുടെ കാൽപ്പാടുകളുടെ പുറകിലാണ് ഞങ്ങൾ വരുന്നത്. അപ്പം ഏതാണ്ട് ഇന്നത്തെ കാലത്ത് വെറുക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ഇഷ്ടപ്പെടാൻ എന്നെ ഈ കഥയിൽ ഏറ്റവും കൂടുതൽ അടുപ്പിച്ചൊരു കാര്യം, സ്നേഹിക്കാൻ ഒരുപാടൊന്നും വേണ്ട. ചെറിയൊരു സൗണ്ടോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മണത്തുനിന്ന് ഒരു സ്ത്രീയെ എത്രമാത്രം സ്നേഹിക്കാം എന്ന് കാണിച്ചു തന്ന കഥയിൽ അപ്പം ഞങ്ങൾക്ക് ആകെ ഉള്ളത് ഈ കലയോടുള്ളൊരു സ്നേഹമാണ്. അപ്പം ഏകദേശം ഒരു 8 മാസം മുമ്പ് അല നാഷണൽ എക്സിക്യൂട്ടീവ് നമ്മുടെ നാടകത്തിനോട് ചെയ്യുന്നത് ആ ഒരു രംഗത്തേക്ക് നമ്മൾ ഇറങ്ങണം എന്ന് തീരുമാനിക്കുകയും അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ നമ്മൾ ആര് നയിക്കും. അപ്പം എന്തുകൊണ്ടും ഏറ്റവും അനുയോജ്യനായ നമ്മുടെ ഡയറക്ടർ, നമ്മുടെ കഥാകൃത്ത്, നമ്മുടെ ഈ ഒരു ഫസ്റ്റ് പ്രൊഡക്ഷൻ്റെ എല്ലാമായ പ്രമോദ് പയ്യന്നൂർ സാറിനെ നമ്മൾ തീരുമാനിക്കുകയും അവിടുന്ന് നമ്മൾ പിന്നീട് ഒരു ടൈറ്റിലും ഒരു കഥയും തീരുമാനിച്ചു. അപ്പം കഴിഞ്ഞ 6 മാസമായിട്ട് ഇതിൻ്റെ പുറകിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ആദ്യമേ നമ്മൾ ഒരു കാസ്റ്റിംഗ് കോൾ ചെയ്തിരുന്നു. കാസ്റ്റിംഗ് കോളിൽ നിന്ന് ഏകദേശം 35ഓളം അമേരിക്കയിൽ നിന്നും ആക്ച്വലി കുറച്ച് പുറത്തുനിന്നൊക്കെ വന്നിരുന്നു. നമ്മൾ ആളുകളെ അതിൽ നിന്ന് തിരഞ്ഞെടുത്തു. അത് പ്രമോദിന്റെ നേതൃത്വത്തിൽ തന്നെ അവരെ ആ കറക്റ്റായിട്ടുള്ള ക്യാരക്ടറിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ 14 പേരുടെ ഒരു കാസ്റ്റ് നമ്മൾ ഉണ്ടാക്കി. കഴിഞ്ഞ ഒരു 2-2.5 മാസമായിട്ട് ഓൺലൈനിൽ കൂടെ പ്രാക്ടീസ് നടന്നു വരുന്നു. ഇതിനോട് കണക്ട് ചെയ്ത് തന്നെ പാരലലി നമ്മുടെ 2 ലൊക്കേഷനുകളിലും സിയാറ്റിലും ന്യൂജേഴ്സിയിലുമായിട്ട് അവിടുത്തെ രംഗസജ്ജീകരണങ്ങൾ അങ്ങനെയുള്ള ഇപ്പോൾ പേര് വായിച്ചിരുന്നു. അപ്പം അത് നടന്നു വരുന്നു. അതിനോടൊപ്പം തന്നെ നാട്ടിൽ പ്രമോദിന്റെ നേതൃത്വത്തിൽ കോസ്റ്റ്യൂം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അങ്ങനെയുള്ള വർക്കുകൾ ഒരു വശത്ത് നടക്കുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് നടന്നു വരികയാണ്. അഗെയിൻ നമുക്ക് ഇനി രണ്ടാഴ്ചയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ 2 ആഴ്ചയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെന്നെത്തിച്ചാലേ പ്രമോദിന്റെ മനസ്സിലുള്ള ആ ഒരു രംഗാവിഷ്കാരണം നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതിൽ എല്ലാവരുടെയും ആശീർവാദം നമുക്ക് ശക്തി തരുന്നു. ഇനിയും ഞാൻ അധികം പറഞ്ഞ് ദീർഘിക്കുന്നില്ല. പക്ഷേ ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് നടന്നു. അപ്പം നമ്മുടെ
നമ്മുടെ പ്രസിഡന്റ് ഇപ്പൊ പറഞ്ഞ് സൂചിപ്പിച്ചിരുന്നു, നമുക്കൊരു ടൈറ്റിൽ സ്പോൺസറെ കിട്ടിയിട്ടുണ്ട്. അപ്പം ടൈറ്റിൽ സ്പോൺസറിനെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. ഈ അവസരത്തിൽ അഗാപ്പെ ട്രിനിറ്റി ഇൻഷുറൻസ് ഏജൻസിയുടെ മാനേജിംഗ് ഡയറക്ടറും ഓണറുമായ ശ്രീ ന്യൂയോർക്കിൽ നിന്നുള്ള ശ്രീ റോഷൻ തോമസിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഔപചാരികമായി അല്ല നാഷണൽ എക്സിക്യൂട്ടീവിയുടെ ഭാഗമായിട്ടും അലയുടെ തിയേറ്റർ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടും ശ്രീ റോഷൻ തോമസ് നമുക്ക് ഈ നാടകത്തിനോട് രണ്ട് വാക്ക് പറയാനും നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് പറയാനായിട്ട് ക്ഷണിക്കുന്നു. അതിനു മുമ്പ് ഞാൻ ഒന്ന് ഇറങ്ങിക്കോട്ടെ. നമ്മുടെ ഞാൻ അറിയാലോ രാവിലെ വളരെ സന്തോഷം. പാലക്കാട് ഇഞ്ചൻകുളയിലെ വളരെയധികം പ്രതിനിധികളാണ്. പാലക്കാട് ഇഞ്ചൻകുളയിൽ നാടകത്തിൽ വളരെ ശക്തമാണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? ശരി, മറ്റൊരു സന്ദർഭത്തിൽ കാണാം. ഓക്കെ, ബൈ നിസേ. റോഷൻ സംസാരിച്ചോളൂ. ഓക്കെ, താങ്ക് യു സാർ. ഞാൻ ബോംബെ ജനിച്ചു വളർന്ന ഒരാളാണ്. മലയാളം വളരെ ബുദ്ധിമുട്ടി സംസാരിക്കുന്ന ഒരാളാണെന്ന് ക്ഷമിക്കുക, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ. എഴുതി വെച്ചൊക്കെയാണ് വന്നേക്കുന്നത്. ഞാൻ റോഷൻ തോമസ്, അഗാപ്പെ ട്രിനിറ്റി ഇൻഷുറൻസ് ഏജൻസിയുടെ പ്രസിഡന്റ് ആണ്. ഓൾ ലവേഴ്സ് ഓഫ് അമേരിക്ക, ആർട്ട് ലവേഴ്സ് ഓഫ് അമേരിക്ക സംഘടിപ്പിച്ച ഈ ആദ്യ പരിപാടിയിൽ നിങ്ങളെ കാണുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. നമ്മുടെ പാർട്ട്നേഴ്സും കൂടെ തന്നെയുണ്ട്. ഈ പരിപാടിയുടെ ടൈറ്റിൽ സ്പോൺസറായി അഗാപ്പെ ട്രിനിറ്റി ഇൻഷുറൻസ് ഏജൻസി കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. ഈ ഈവന്റിന്റെ സംഘാടകരുടെ സമീപനത്തിൽ നമ്മൾ നിരവധി ചോദ്യങ്ങൾ ചിന്തിക്കാനിടയാക്കി. എന്നാൽ അവരുടെ കലയുടെ ദർശനവും നമ്മുടെ ബിസിനസ്സിന് ലഭിക്കാവുന്ന പൂർണ്ണമായ ആനുകൂല്യങ്ങളും അവതരിപ്പിച്ച രീതിയാണ് നമ്മെ കൺവിൻസ് ചെയ്തത്. അവർ ഈ പദ്ധതിയുടെ പിന്തുണ നൽകുന്ന വിലയെക്കുറിച്ച് സംശയങ്ങൾ ഇല്ലാതാക്കുന്ന കണക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു. അതുകൂടെ മലയാള സമൂഹം അല്ലെങ്കിൽ കേരളത്തിലെ കലകളെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുന്ന ഈ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമാണ് നമ്മുടെ സമുദായത്തിലെ അംഗങ്ങളായ നമുക്കുള്ള ഒരു കടപ്പാടാണ്. ഈ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കേണ്ടതായുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്ക് വ്യക്തിപരമായി തോന്നി. ഞങ്ങൾക്ക് പങ്കാളികളായി ചർച്ച ചെയ്തപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ശ്രമം പിന്തുണയ്ക്കേണ്ടതെന്ന് ഒത്തുചേർന്നിട്ടുള്ള ഒരു തീരുമാനമായിട്ടെടുത്തത്. ഞങ്ങളൊരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ നമ്മുടെ പ്രാഥമിക ശ്രദ്ധ ഇൻഷുറൻസിലാണ്. എന്നാൽ ലൈഫ്, ഹെൽത്ത്, ഓട്ടോ, ഹോം ഇൻഷുറൻസും റിയൽ എസ്റ്റേറ്റുമുള്ള സർവീസുകൾ നമ്മൾ എല്ലാ സമൂഹങ്ങൾക്കും കൊടുക്കുന്നതാണ്. നിങ്ങൾ US എവിടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതാണെങ്കിലും ഞങ്ങളെ സഹായിക്കാൻ എവിടെയുണ്ട്. നിങ്ങൾ പല വിധത്തിൽ സഹായിക്കാനും അതിനാൽ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതുമാണ്. ഈ ഈവന്റിൽ നിങ്ങളെപ്പോലുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നു. കലയുടെ വിജയത്തിനുള്ള ഞങ്ങളുടെ എല്ലാ ആശംസകളും ഞങ്ങൾ നൽകുന്നു. മറ്റൊരു കാര്യത്തിൽ ബിസിനസ് സംബന്ധമായ എന്തെങ്കിലും ചോദ്യങ്ങൾക്കായി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുക. നമ്മൾ ഈ യാത്ര ഒന്നിച്ച് തുടരാം. ഇവിടെ ഉണ്ടായതിനെ കുറിച്ച് നന്ദി. നല്ല മുന്നേറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് കൈവരിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു റോഷൻ. താങ്ക് യു. അടുത്തതായിട്ട് നമുക്ക് നാടകത്തിന്റെ കോർ ടീമിലേക്ക് ഒന്ന് പോകാം. കഴിഞ്ഞ 3-4 മാസമായിട്ട് ഇവിടെ റിഹേഴ്സലുകളും ഒരുപാട് തിരക്കേറിയ ദിവസങ്ങളുമാണ് ഈ ടീമിലും എല്ലാവർക്കും ഇതിലുള്ളത്. അപ്പൊ അതിലെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ നമുക്ക് കുറച്ച് അഭിനേതാക്കൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അവർ 4 പേരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആദ്യം കിരൺ ജെയിംസ്, ലീസ മാത്യു, ജോമി വർഗീസ് ആൻഡ് ലതീഷ് കൃഷ്ണൻ. ആദ്യം ഞാൻ കിരണിനെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. കിരൺ പ്ലീസ്. നമസ്കാരം, എൻ്റെ പേര് കിരൺ ജെയിംസ്. ഞാനിവിടെ ന്യൂജേഴ്സിയിൽ താമസിക്കുന്നു. അപ്പോൾ ഈ നാടകത്തിൽ നേരത്തെ പരാമർശിച്ചതുപോലെ തടവുകാരൻ ബഷീറിന്റെ ക്യാരക്ടർ ചെയ്യുന്ന ഞാനാണ്. അപ്പം ആദ്യമേ തന്നെ അലയോട് ഈ ഒരു അവസരത്തിന് അലയോടും ഭാരവാഹികളോടും ഞാൻ നന്ദി പറയുന്നു. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. പിന്നെ ഗോകുമാർ സാറൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ബഷീറിന്റെ ക്യാരക്ടർ നമുക്കറിയാം. അപ്പൊ അത്രയും ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ എന്നിൽ വിശ്വാസം അർപ്പിച്ച പ്രമോദ് സാറിനും സുനിൽ ഭായിക്കും മധുചേട്ടനും എല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ പ്രകാശ് സാറ് പറഞ്ഞതുപോലെ ഇപ്പം നമുക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല, നമ്മളിപ്പം മലയാളികൾക്ക്, പ്രത്യേകിച്ച് ഈ അമേരിക്കയിൽ താമസിക്കുന്ന മലയാളികൾക്ക് നമ്മുടെ നാടുമായിട്ട് കണക്ട് ചെയ്യാനും നാട്ടിലെ ആർട്ട്, കൾച്ചർ അതൊക്കെ ആയിട്ട് ഒന്ന് റീകണക്ട് ചെയ്യാനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ ഈ നാടകത്തെ കാണുന്നു. അപ്പം ഇപ്പൊ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മളിപ്പോ പേരുകൾ കണ്ടു. വളരെ ടാലന്റഡ് ആയിട്ടുള്ള, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മളൊരു 2-3 മാസമായിട്ട് ഇതേപോലെ റിഹേഴ്സലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വളരെ ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്ഷനായി തീരുമെന്ന്
നല്ല വിശ്വാസമുണ്ട് എല്ലാവർക്കും കുടുംബസമേതം വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്ഷൻ ആയിരിക്കുമെന്ന് വിശ്വാസമുണ്ട്. അത് കാരണം എൻ്റെ ഭാഗത്തു നിന്നും അലയുടെ ഭാഗത്തു നിന്നും എല്ലാവരെയും നവംബർ 16th 23rd ന്യൂജേഴ്സിയിലും സിയാറ്റിലും വന്ന് കാണാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും കലയെ സപ്പോർട്ട് ചെയ്യാനും അപേക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു കിരൺ. അടുത്തത് ലീസ ചേച്ചി. നമസ്കാരം, എൻ്റെ പേര് ലീസ. ഞാനാണ് നാരായണി എന്ന കഥാപാത്രം മതിലുകൾക്കപ്പുറത്തിൽ ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്വപ്നമായിരുന്നു ഒരു പ്രൊഫഷണൽ നാടക ഗ്രൂപ്പിന്റെ കൂടെ വർക്ക് ചെയ്യുക, പ്രൊഫഷണൽ നാടകകൃത്തിന്റെ സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത്. അത് ആ ആഗ്രഹം സഫലീകരിച്ചിരിക്കുകയാണ്. താങ്ക് യു അല, ആ ആഗ്രഹം അതുപോലെ പ്രമോദ് സാറിനും എന്നെ തിരഞ്ഞെടുത്തതിൽ ഒട്ടേറെ അഭിമാനവുമുണ്ട്, അതിലേറെ സംഭ്രമവുമുണ്ട്. ഒന്ന്, എത്ര മലയാളികൾക്ക് സുപരിചിതമായ ഒരു കൃതിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ബേസ് ചെയ്തുകൊണ്ടാണ് ഈ നാടകം. അതിനേക്കാളേറെ നാരായണി എന്ന് പറയുമ്പോൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് KPSC ലളിത ചേച്ചിയാണ്. അപ്പം ഒരു ശബ്ദം കൊണ്ട് മാത്രം കഥാപാത്രത്തിനെ അനശ്വരമാക്കിയ ആ ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് എൻ്റെ ചുമലിൽ വന്നിരിക്കുന്നത്. അതിനോട് ഒരു ഭാഗമെങ്കിലും നീതി പുലർത്താൻ പറ്റിയാൽ ഞാൻ വിജയിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ നന്ദിയുണ്ട് സാർ, ഞങ്ങളോട് വളരെ പേഷ്യൻ്റ് ആയി ഈ റിഹേഴ്സൽ പ്രോസസ്സ് വളരെ പേഷ്യൻ്റ് ആയിട്ടാണ് അങ്ങ് നടത്തുന്നത്. നമുക്കറിയാം സൂം അത്ര എളുപ്പമുള്ള കാര്യമല്ല, സൂമിലൂടെ എന്ത് ട്രെയിൻ ചെയ്യുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ പ്രമോദ് സാർ അത് വളരെ അനായാസമായിട്ടാണ് നമ്മളെ ട്രെയിൻ ചെയ്യിക്കുന്നതും നമ്മുടെ കറക്ഷൻസ് പറയുന്നതും ഓരോ മോഡുലേഷൻസ് കറക്റ്റ് ചെയ്യുന്നതുമൊക്കെ. വളരെയധികം നന്ദിയുണ്ട് നമ്മളെ ഇതുപോലെ ട്രെയിൻ ചെയ്ത് പ്രാപ്തരാക്കുന്നതിൽ. എല്ലാവരും നാടകം കണ്ട് അനുഗ്രഹിക്കണം. ഇതിലുള്ള ഐ ഹോപ്പ് ഏതെങ്കിലും ഒരു വഴിയിൽ ഇപ്പം ഇതിലെ ഗോകുമാർ സാറാണെങ്കിലും എല്ലാവർക്കും ഈ നാടകം എങ്ങനെയെങ്കിലും കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ ഹോപ്പ് വി ക്യാൻ പ്രൊവൈഡ് ദം ദ പ്ലാറ്റ്ഫോം. താങ്ക് യു സോ മച്ച്. എല്ലാവരും കാണണം, വന്ന് സഹകരിക്കണം. താങ്ക് യു. താങ്ക് യു ലീസ ചേച്ചി. അടുത്തത് ജോമി പ്ലീസ്. കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. എൻ്റെ പേര് ജോമി. ഞാൻ ന്യൂജേഴ്സിയിലാണ്. അലയുടെ ഈ പ്രോഗ്രാമത്തിൽ ആദ്യമായിട്ട് ഒരു ചെറിയ റോൾ ഞാൻ ചെയ്യുന്നുണ്ട്. ചെറുതല്ല, നല്ലൊരു റോൾ ചെയ്യുന്നുണ്ട്. ബഷീറിനെ ജയിലിലേക്ക് അനയിച്ചുകൊണ്ട് വരുന്ന ഒരു വാർഡന്റെ റോളാണ് പ്രമോദ് സാർ എനിക്ക് തന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു റോള് എന്നെ വരമേൽപ്പിച്ചതിന് അലയോടും അലയുടെ കമ്മിറ്റി മെമ്പേഴ്സിനോടുമുള്ള നന്ദി വളരെ ഗാഢമായിട്ട് നേരുന്നു. കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് ശരിയാണെങ്കിൽ 10-25 സെഷൻസ് പ്രാക്ടീസ് നടക്കുകയാണ് സൂമിക്കടെ. അതായത് പ്രാക്ടീസിന്റെ തീഷ്ണത എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഓരോ സെന്റൻസിലുള്ള ഭാവം ഒരു കുത്തും കോമ പോലും ഇടപെടാതെ ഞങ്ങളെ പഠിപ്പിച്ചു തരികയാണ്. അതിനുള്ള ആ ക്ഷമ എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. കാരണം എത്ര പറഞ്ഞാലും നമ്മൾ ആ പഠിച്ചതല്ലേ പാടുള്ളൂ എന്ന രീതിയിലാണ് ഞങ്ങളുടെ ഡയലോഗ് പോകുന്നത്. പക്ഷെ പ്രമോദ് അത് അങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്താൽ പാട്ടൊരു വരി പോലും പാടാത്ത എന്നെ പാട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. സോ അത്രയ്ക്കും കഷ്ടപ്പെട്ടാണ് ഈ പ്രാക്ടീസ് നടക്കുന്നത്. ബട്ട് വി ആർ ഓൾ എൻജോയിങ്. വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇനി ഒരാഴ്ചയോടെ ഉണ്ട് പ്രാക്ടീസ്. അതിൽ ഞങ്ങൾ കുറെ കൂടെ പെർഫെക്റ്റ് ആവും. പ്രമോദിന്റെ മനസ്സിലുള്ള ആ ക്യാരക്ടറിലേക്ക് കയറാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ എല്ലാവരും. നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദവും പ്രാർത്ഥനയും ഉണ്ടാവണം. 16-ാം തീയതി തട്ടേ കയറുകയാണ്. വിത്തൗട്ട് യുവർ ബ്ലെസ്സിങ്സ്, ഗോകുമാർ സാർ അതുപോലെ എല്ലാവരുടെ ബ്ലെസ്സിങ്സ് ഇല്ലെങ്കിൽ ഇത് ഒരു വഴിയിലും പോകത്തില്ല. സോ വി റിക്വസ്റ്റ് എവരിബഡീസ് പ്രയർ ആൻഡ് ട്രസ്റ്റ് ഓൺ അസ്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് അലയോടുള്ള നന്ദി എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഐ ക്യാൻ ഓൺലി സേ ബിഗ് താങ്ക് യു അല, സുനിൽ, പ്രമോദ് അതുപോലെ മധു, എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജോമി ചേട്ടാ. അടുത്തത് ലതീഷ് കൃഷ്ണൻ. ലതീഷ് പ്ലീസ്. ലതീഷ് അൺമ്യൂട്ട് ചെയ്യണേ. പ്രിയപ്പെട്ടവരെ, ഞാൻ ലതീഷ്. ആരാധ്യരായ കലാകാരന്മാർക്കൊപ്പം
ഞങ്ങളുടെ ഇവിടുത്തെ ഒരു പ്രഭാതവും നാട്ടിലെ ഒരു സായാഹ്നവും ഒക്കെ പങ്കിടാൻ പറ്റിയതിലുള്ള സന്തോഷം ആദ്യം അറിയിക്കുന്നു. പ്രവാസകാലം കഴുകിക്കളഞ്ഞ എന്നിലെ കലാസ്നേഹിയെയും കലാപ്രവർത്തനെയും കലാകാരനെയും ഒക്കെ തിരിച്ചു വിളിക്കാൻ അല നൽകിയ ഈ അവസരത്തിന് ആദ്യമേ ഒരു നന്ദി അറിയിക്കുന്നു. അതും സമകാലിക നാടക പ്രവർത്തനങ്ങളിലും ചലച്ചിത്ര രംഗത്തും ഒക്കെ വളരെ നിറസാന്നിധ്യമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിനെ പോലെ ഒരു വലിയ കലാകാരന്റെ ശിക്ഷണത്തിൽ ഒരു നാടകം അഭ്യസിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനമാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് ഞങ്ങൾ പരിശീലനത്തിലാണ്. എല്ലാവരും നന്നായി പെർഫോം ചെയ്യുന്നു എന്നാണ് എന്നിലെ ഒരു നാടക സ്നേഹിയുടെ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിലുള്ള വിലയിരുത്തൽ. എനിക്ക് കിട്ടിയ കഥാപാത്രത്തിന് എൻ്റെ കഴിവിൻ്റെ പരിധിയിൽ നിന്ന് പരമാവധി നന്നാക്കാനുള്ള ശ്രമം ഉണ്ടാവും. അങ്ങനെ അലയോടുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അലയുടെ സമൂഹത്തോടുള്ള ഈ സാംസ്കാരിക ഉത്തരവാദിത്വത്തിന്, ഇടപെടലിന്, ALF-ന് എല്ലാ വിജയവും ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നന്ദി. താങ്ക് യു ലതീഷ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഈ അരങ്ങേറ്റ നാടകത്തിന്റെ ഭാഗമാകാൻ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. എനിക്ക് തോന്നേ നമ്മള് ഒന്നും മിസ് ചെയ്തിട്ടില്ലല്ലോ അല്ലെ മധുചേട്ടാ, കിരൺ? ഇല്ല, ഐ തിങ്ക് വി കവർഡ് എവരിതിങ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗോകുമാർ സാറിന് എന്തോ സംസാരിക്കണം. ഷുവർ. ഓക്കെ, സാർ പറഞ്ഞോ. അല്ല, ഞാൻ പറയാൻ വന്നത് കടലുകൾക്കപ്പുറത്ത് മധുരകൾക്കപ്പുറം ഗംഭീരമാവട്ടെ. പിന്നെ അലയ്ക്കും പ്രമോദിനും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുന്നു, എല്ലാ ആശംസകളും നേരുന്നു. നന്നായിരിക്കട്ടെ, പ്ലേ നന്നാവട്ടെ. താങ്ക് യു സർ. അങ്ങനെ നമ്മൾ ഇതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഈവെന്റിന്റെ. ആദ്യം തന്നെ ഇതില് അധ്യക്ഷത വഹിച്ച അലയുടെ പ്രസിഡന്റ് ശ്രീ IPR-നോട് ഞാൻ നന്ദി പറയുന്നു. ടൈറ്റിൽ റിവീൽ സെക്ഷൻ ലീഡ് ചെയ്തുകൊണ്ട് നാടക പരാമർശങ്ങൾ നമുക്ക് വേണ്ടി വിശദീകരിച്ചു തന്ന പ്രമോദ് സാറിനും പ്രകാശ് സാറിനും നന്ദി. ഈ ഡ്രാമയുടെ ടൈറ്റിൽ റിവീൽ ചെയ്യാൻ ഇന്നിവിടെ എത്തിയ പ്രധാന അതിഥി ശ്രീ അനീഷ് ബഷീർ സാറിനോട് ഒരു ബിഗ് താങ്ക് യു. വളരെ വൈകിയ വേളയിലും നാട്ടിലെ ടൈം ഒരുപാട് ലേറ്റ് ആണ്, എന്നാലും ഈ ഇവന്റിന് വേണ്ടി നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച് ഈ നാടകത്തിന്റെ നായക കഥാപാത്രത്തിന്റെ രേഖാചിത്രം പ്രകാശനം ചെയ്ത MR ഗോപകുമാർ സാറിന് നന്ദി. ബഷീറിന്റെ ഈ നാടകത്തിലെ ഉമ്മ കഥാപാത്രത്തെ റിവീൽ ചെയ്ത KPSC ലീല ചേച്ചിക്കും, അതുപോലെ തന്നെ നായിക കഥാപാത്രത്തിന്റെ രേഖാചിത്രം വെളിപ്പെടുത്തിയ ശ്രീമതി കുക്കു ചേച്ചിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ തന്നെ ആശംസകൾ അറിയിക്കാൻ ഇന്നിവിടെ നമുക്ക് മെസ്സേജ് ഇട്ട ദീപൻ സാറിന് നന്ദി. ഡ്രാമയുടെ ടൈറ്റിൽ സ്പോൺസറായ റോഷൻ ഒരു ബിഗ് താങ്ക് യു. പിന്നെ അലയുടെ മെയിൻ പില്ലേഴ്സ് ആയ സുനിൽ ചേട്ടൻ, അല നാഷണൽ കമ്മിറ്റി മെമ്പർ, മധുചേട്ടൻ ജോയിന്റ് ട്രഷറർ, ഇവർക്ക് 2 പേർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്നിവിടെ എത്തിയിരുന്ന, അതായത് ഓൺലൈൻ വഴിയും എല്ലാവരും ഇൻ പേഴ്സൺ ആയിട്ടും ജോയിൻ ചെയ്ത എല്ലാവർക്കും, ഫ്രണ്ട്സിനും ഫാമിലിക്കും വെൽവിഷേഴ്സിനും അങ്ങനെ എല്ലാവർക്കും എൻ്റെയും അലയുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ വീക്കെൻഡ്. താങ്ക് യു. ഇന്ന് ഈ പരിപാടി നിയന്ത്രിച്ച MC ആയി പ്രവർത്തിച്ച ഗീതുവിനോടുള്ള ഞങ്ങളുടെ സ്നേഹം പങ്കുവെക്കും. ഈ പരിപാടി ഔപചാരികമായി അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു.